12 നാളുകൾക്ക് ശേഷം ലോകം ഇന്ന് കണ്ടത് ഡ്രമാറ്റിക്കാണ്. തെറിവാക്കുകൊണ്ട് ഇസ്രായേലിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമർശിക്കുന്നത് പരസ്യമായാണ്. ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ച് ആയുധങ്ങളുമായി ഇറാനിലേക്ക് പറന്ന ഇസ്രായേൽ യുദ്ധവിമാനങ്ങളെ ട്രംപിന്റെ കടുത്ത താക്കീതിനെ തുടർന്ന് തിരിച്ചു വിളിക്കുകയും ചെയ്തു ബെഞ്ചമിൻ നെതന്യാഹു. ആ മേഖലയെ ഒന്നാകെ തകർത്ത് കളയുമോ എന്ന് ലോകം ആശങ്കപ്പെട്ട രണ്ട് സൈനിക ശക്തികളുടെ മുഖാമുഖം നിൽക്കൽ അവസാനിച്ചുവെങ്കിൽ, രക്തച്ചൊരിച്ചിൽ അവസാനിച്ചുവെങ്കിൽ ലോകമൊട്ടാകെയുള്ള സമാധാന പ്രേമികൾക്ക് ഒരു ദീർഘനിശ്വാസം. കാരണം ഇസ്രായേലിലും ഇറാനിലും ആകാശത്തെ തീമഴ, സമാനതകളില്ലാത്ത പരമനാശങ്ങൾ, ജീവനഷ്ടങ്ങൾ, കിടപ്പാടങ്ങൾ നഷ്ടപ്പെട്ട വഴിയാധാരമാകലുകൾ, മനുഷ്യരുടെ വിലാപങ്ങൾ, വിജയപരാജയങ്ങൾ പറയാനാകാതെ ഏറ്റക്കുറിച്ചുകളില്ലാതെ ഇരു രാജ്യങ്ങളിലും കണ്ട കാഴ്ചകൾ സമാനമാണ്. ടെല്ലവീവിലും ഹൈഫയിലും അടക്കം ഇസ്രായേൽ നേരിട്ട നാശങ്ങൾ അതിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്തത്. വിജയങ്ങളല്ല, ആ യുദ്ധം നീണ്ടാൽ ഉണ്ടാവാവുന്ന പരാജയങ്ങൾ മാത്രമാണെന്ന് ആ സൈനിക രാഷ്ട്രങ്ങൾ തിരിച്ചറിഞ്ഞോ? ഉണ്ടായെന്ന് കരുതപ്പെടുന്ന സമാധാനം പശ്ചിമേഷ്യയിൽ ശാശ്വതമാണോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. As soon as we made the deal, they came out and they dropped a load of bombs, the likes of which I've never seen before. The biggest load that we've seen. I'm not happy with Israel. You know, when I say, okay, now you have 12 hours, you don't go out in the first hour and just drop everything you have on them. So I'm not happy with them. I'm not happy with Iran either. But I'm really unhappy if Israel's going out this morning because of one rocket that didn't land, that was shot, perhaps by mistake, that didn't land. I'm not happy about that. We basically have two countries that have been fighting so long and so hard that they don't know what they're doing. Do you understand that? ബ്രിഗേഡിയർ ഡോക്ടർ മോഹൻ പിള്ള, കേണൽ ഡിന്നി, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീത് പണിക്കർ, ഡോക്ടർ അബ്ദുള്ള ബാസിൽ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ സി എസ് ഡിന്നിയിലേക്ക് പോകുന്നു. സി എസ് ഡിന്നി, ഇന്ന് ട്രംപ് അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കാണ് കണ്ടത്. അത് താൻ ഇടപെട്ട് നടത്തിയൊരു ഡീൽ ലംഘിക്കപ്പെടുന്നു എന്ന അമേരിക്കൻ ഈഗോ ആണോ, അതോ ഇറാനേക്കാൾ ഇസ്രായേലിനേക്കാൾ ആ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അമേരിക്കൻ ആവശ്യമായതുകൊണ്ടാണോ? ഡിന്നി, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു ഇടപെടൽ നമ്മളിന്ന് കണ്ടു, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അത് കാരണം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ചാൻസ് ഇതൊരു സീസ് ഫയറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് പോലെ തന്നെ ഈ ഒരു സീസ് ഫയർ എന്ന് വെച്ച് ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെ മാത്രം ആവശ്യമല്ല. ഈ ഒരു സീസ് ഫയർ ഇപ്പം ഇറാൻ്റെയും ആവശ്യമാണ്, ഇസ്രായേലിൻ്റെയും ആവശ്യമാണ്, അമേരിക്കയുടെ ആവശ്യമാണ്. കാരണം ഇറാനും ഇസ്രായേലും തമ്മിൽ ഈ 12 ദിവസം കൊണ്ട് രണ്ട് ഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ജനവിഭാഗത്തിന് വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇറാൻ ആയാലും ശരി ഇസ്രായേൽ ആയാലും ശരി വലിയ രീതിയിലേക്കുള്ള ഒരു ഉത്സാഹം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അമേരിക്കയെ സംബന്ധിച്ചോളം അമേരിക്ക ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ടൊരു കോൺഫ്ലിക്റ്റാണ്. ആ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയ കോൺഫ്ലിക്റ്റിൽ അവർ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് അവർക്ക് ഒരു കാഷ്വാലിറ്റീസും ഉണ്ടായില്ല. വളരെ നല്ലൊരു ഓപ്പറേഷനാണ് അവർക്ക് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ അതിന് മറുപടിയായിട്ട് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഖത്തർ എയർബേസിലേക്ക് അവർക്ക് സ്ട്രൈക്ക് ചെയ്തു. അവിടെയും കാരണം അത് നേരത്തെ തന്നെ ഇൻഫോം ഒക്കെ ചെയ്തുകൊണ്ട് US വലിയ രീതിയിലുള്ള ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു കാഷ്വാലിറ്റീസോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചോളം ഇത് ഇവിടെ നിർത്തുന്നതാണ് അവർക്കും നല്ലത്. കാരണം അവരെന്താണോ ഒബ്ജക്റ്റീവ്സ് അവരെന്താണോ അവർ കരുതിയത് അത് നേടി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ 3 രാജ്യങ്ങളും സീസ് ഫയർ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതിനകത്ത് കുഴപ്പമെന്ന് വെച്ചാൽ ഈ 3 രാജ്യങ്ങളും സീസ് ഫയർ ആഗ്രഹിക്കുന്നെങ്കിലും ഒരു എക്സിറ്റ് സ്ട്രാറ്റജി എന്ന് പറയും. ഈ 3 രാജ്യങ്ങൾ പുറത്തോട്ട് വരുമ്പം ആരാണ് ജയിച്ചത് അല്ലെങ്കിൽ ആരാണ് തോറ്റ് എന്നുള്ള ഒരു നെറേറ്റീവ് വാർ വരുമ്പം അവിടെ ഒരു ക്ഷീണം ഉണ്ടാവരുത് എന്നുള്ളതാണ് ഇപ്പം എല്ലാ രാജ്യങ്ങളും നോക്കുന്നത്, പ്രത്യേകിച്ച് ഇറാനും ഇസ്രായേലിൻ്റെ ഭാഗത്തും. അവിടാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വളരെ രൂക്ഷമായിട്ടും ദേഷ്യത്തോടെ തന്നെ ആ ഒരു രീതിയിലുള്ള റിയാക്ഷൻ നമ്മൾ കണ്ടത്. കാരണം അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ അനൗൺസ് ചെയ്തതിൻ്റെ മണിക്കൂറിനകം തന്നെ ഇറാനെ സ്ട്രൈക്ക് ചെയ്തു. അതിന് മറുപടിയായിട്ട് ഇറാൻ വീണ്ടും സ്ട്രൈക്ക് ചെയ്തു. വീണ്ടും ഇസ്രായേൽ ആ സ്ട്രൈക്കിന് മറുപടിയായിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. അപ്പം ഇസ്രായേലിന് വളരെ കടുത്ത ഭാഷയിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് താക്കീത് കൊടുക്കുകയാണ്, നിങ്ങളത് ചെയ്യരുത്, അത് ചെയ്താൽ അതൊരു വയലേഷനാണ്, നിങ്ങളെ പൈലറ്റ്സിന് തിരിച്ചു കൊണ്ടുവരൂ എന്നുള്ള ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിൻ്റെ പുറത്ത് മാക്സിമം പ്രഷർ കൊടുക്കുകയാണ്, ഈ ഒരു രീതിയിലേക്ക് പോകരുത് എന്നുള്ളത്. അതായത് സ്ട്രൈക്ക് ആൻഡ് കൗണ്ടർ സ്ട്രൈക്ക് എന്നുള്ള രീതിയിലേക്ക് പോകരുത്. കാരണം ഇറാൻ്റെ ആവശ്യം, ഇസ്രായേലാണ് ആദ്യം ഈ അടി തുടങ്ങിയത്. അപ്പം ഇസ്രായേൽ നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിർത്തും എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പ്രഷർ കൊടുക്കുകയാണ് ഇപ്പം ഡൊണാൾഡ് ട്രംപ്. കാരണം ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ഈ ഒരു യുദ്ധം നിർത്തണമെങ്കിൽ എന്നുള്ളത് അത് ഡൊണാൾഡ് ട്രംപിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ആവശ്യമാണ്. കാരണം
അദ്ദേഹം അത്രമാത്രം അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള രീതിയും എല്ലാം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ മറ്റാരെക്കാട്ടി മുൻപ് അദ്ദേഹം മുൻകൈ എടുത്ത് ഒരു സീസ് ഫയറിലേക്ക് ഞാൻ ചെയ്തു എന്നുള്ള രീതിയിലേക്കൊക്കെ വലിയ ഒരു മെസ്സേജ് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടേഴ്സ് അദ്ദേഹത്തിന് നോബൽ പീസ് പ്രൈസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പം ഈ ഒരു സീസ് ഫയർ ബ്രേക്ക് ആവുകയാണ്, ഒരു കോൺഫ്ലിക്റ്റ് വീണ്ടും തുടരുകയാണെങ്കിൽ അത് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള പ്രസിഡന്റിന് പേഴ്സണലായിട്ട് വലിയ ക്ഷീണം ഉണ്ടാവും. ആ ക്ഷീണം ഉണ്ടാവരുത് എന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോൾ ഈ കടുത്ത ഭാഷയിൽ ഇസ്രയേലിൻ്റെ പുറത്ത് US-ൻ്റെ പ്രസിഡൻറ്റിൻ്റെ ആ ഒരു വാർണിംഗ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു സീസ് ഫയറിലേക്ക് പോകും. കാരണം ഒരു ബ്രേക്ക് വരെയാണ് ഈ സ്ട്രൈക്ക് കൗണ്ടർ സ്ട്രൈക്ക് എന്നുള്ള ആ ഒരു സൈക്കിളിന് ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പീസിലേക്ക് അല്ലെങ്കിൽ സീസ് ഫയറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വരും 12 മണിക്കൂറിനകത്ത് ഇതേപോലുള്ള സ്ട്രൈക്കും കൗണ്ടർ സ്ട്രൈക്ക് നടന്നില്ലെങ്കിൽ പിന്നീട് എനിക്ക് തോന്നുന്നു അതൊരു സീസ് ഫയറിലേക്ക് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഞാൻ ഓപ്റ്റിമിസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഡൊണാൾഡ് ട്രംപ് ഇത്രമാത്രം ശക്തമായിട്ട് ഒരു നിലപാട് പ്രത്യേകിച്ച് ഇസ്രയേലിൻ്റെ അഗെയിൻസ്റ്റ് എടുക്കുമ്പം ഇസ്രയേൽ അങ്ങനെ ഡൊണാൾഡ് ട്രംപിനെ എല്ലാം മാറ്റി നിർത്തി വീണ്ടും ഒരു സ്ട്രൈക്കിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. എന്തായാലും സമാധാനം ഉണ്ടാവട്ടെ, അതിനാണ് നമുക്കും ആവശ്യം. ബാക്കി ആര് ജയിച്ചു തോറ്റു എന്ന ചർച്ചകൾക്കപ്പുറം ശ്രീ മോഹനപിള്ള, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ശരിയാണ് മാഗ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, ഏതെങ്കിലും രാജ്യത്ത് യുദ്ധത്തിൽ ഇപ്പോൾ ഇടപെടലില്ല നമ്മുടെ രീതി, അല്ലെങ്കിൽ യുദ്ധങ്ങൾ നിർത്തി സമാധാനമാണ് നമ്മുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞാണ് ട്രംപ് അധികാരത്തിലേക്ക് വന്നത്. യുദ്ധം നിർത്തേണ്ടത് ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായി ട്രംപിന് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഇസ്രായേൽ ഈ സമയവും ഗാസയിൽ അങ്ങേയറ്റം നിഷ്ഠൂരമായ ആക്രമണങ്ങൾ തുടരുന്നുണ്ടല്ലോ, കുഞ്ഞുങ്ങളെ കൊല്ലുന്നുണ്ടല്ലോ. അവിടെ ഈ വെടിനിർത്തൽ കരാർ ലംഘനം അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറോ അക്രമം നിർത്തൂ എന്ന ആഹ്വാനമോ ട്രംപിൻ്റെ ഈ പൊട്ടിത്തെറിക്കലോ ഉണ്ടാവുന്നില്ലോ ശ്രീ മോഹനപിള്ള? ഇത് രണ്ട് സൈനിക ശക്തി രാഷ്ട്രങ്ങളാണ്. ഇരുഭാഗത്തും ഉണ്ടാകുന്ന നാശങ്ങൾ സമാനതകളില്ലാത്ത കൊടിയ നാശങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതങ്ങനെ തുടർന്നു പോയാൽ രണ്ട് ശക്തി രാഷ്ട്രങ്ങൾ ഒരാൾ ദുർബലമാകുമ്പോഴാണല്ലോ കയറി അടിച്ചുകൊണ്ടിരിക്കാൻ കഴിയുക. അതല്ലേ യഥാർത്ഥത്തിൽ ഈ വെടിനിർത്തലിൻ്റെ ആവശ്യം വരാനുള്ള യഥാർത്ഥ കാരണം ശ്രീ മോഹനപിള്ള? ലക്ഷ്മി പറഞ്ഞത് 100% കറക്റ്റ് ആണ്. പക്ഷെ ഇന്ന് നമ്മൾ ഡൊണാൾഡ് ട്രംപിന്റെ സിറ്റുവേഷൻ കാണുമ്പോൾ ഞാൻ പണ്ട് ഈ ചെറുപ്പത്തിൽ ഫലിത ബിന്ദുക്കളിലെ ഒരു ഫലിതം വന്നിട്ടുണ്ട്. എന്താണെന്നറിയുമോ? ഒരാള് വൈകുന്നേരം ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ആളിനോട് പെട്ടെന്ന് വന്നിട്ട് ഒരാൾ ചോദിച്ചു, ലാസ്റ്റ് ബസ് പോയോ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞാൽ ലാസ്റ്റ് ബസ് പോയി, അത് കഴിഞ്ഞ് പറയാം അടുത്ത ബസ് ഉടനെ വരികയും ചെയ്യുമെന്ന്. അതുപോലെയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് സീസ് ഫയർ സെൽഫ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സീസ് ഫയർ ഈസ് ഡിക്ലെയർഡ്, പക്ഷെ ഇസ്രായേൽ ഈസ് അറ്റാക്കിംഗ് അഗെയിൻ. അപ്പം ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മളത് കണ്ടത്. കാര്യം ഇതിനകത്ത് ആദ്യം മുതൽ തന്നെ എല്ലാവരും പറയുന്നു ഇസ്രായേലിന്റെ മേലിൽ US-ന് ഒരു സ്റ്റേക്കും ഇല്ല എന്ന് കാണിക്കാനുള്ള ഒരു ഡ്രാമ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. കാര്യം ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ US കൊടുക്കുന്ന ട്യൂൺ അനുസരിച്ച് ഡാൻസ് ചെയ്യുന്ന ഇസ്രായേൽ, there is no doubt into it in battlefield. ഇനി ഞാൻ അതിന്റെ പോയിന്റിലോട്ട് വരാം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ്മീർ ആസ് എ ട്രൂ ഒരു ആർമി ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണം, ഈ ബങ്കർ ബസ്റ്റർ ഉള്ളത് US-നാണ്. US ബങ്കർ ബസ്റ്റർ ഇട്ടിട്ട് അവരുടെ എല്ലാ ന്യൂക്ലിയർ പോയിന്റിലും ന്യൂട്രലൈസ് ചെയ്തു എന്ന് പറയുന്നു. ഈ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇസ്രായേൽ എന്തിനാണ് അവിടെ അവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷനിൽ തന്നെ അവർ അറ്റാക്ക് ചെയ്യുന്നത്? അപ്പം ഈ US പറയുന്നത് ശുദ്ധ പോഷത്തരമല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഈ ബങ്കർ ബസ്റ്റർ അത്ര എഫക്റ്റീവ് അല്ല എന്നല്ലേ അതിനർത്ഥം? ഇല്ലെങ്കിൽ വീണ്ടും ഇസ്രായേൽ അവിടെ തന്നെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പം ഇതൊക്കെ നമ്മൾ കാണുന്നത് ശരിക്കും ഒരു രീതിയിൽ കണ്ടാൽ ഇസ്രായേൽ വലിയ ആനയാണല്ലേ, ചേനയാണല്ലേ, US-ന്റെ മോസ്റ്റ് എഫക്റ്റീവ് വെപ്പൺ ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റീവ്നെസ് നമുക്ക് കാണാം. കാര്യം ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നതിന് കാരണമുണ്ട്, മൂല കാരണമുണ്ട്. അതിനെ നമുക്ക് ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദ റൂട്ട് കോസ് എന്ന് പറയുന്നത് അവരുടെ ഹോസ്റ്റേജസ് ആണ് മെയിൻ ഇഷ്യൂ. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചത് ഇറാൻ ആണെന്നുള്ളത് അറിയാം. അതിനുവേണ്ടി അവർ അറ്റാക്ക് ചെയ്തു എന്നുള്ളതുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം, ഒരു എൻട്രി US-ന്റെ എന്ത് നേടി? അതുകൊണ്ട് നേടിയത് എന്താണെന്ന് അറിയാമോ? ഐസൊലേറ്റ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു രാജ്യം വീണ്ടും ഒരു റീയൂണിയനിലേക്ക് വരുന്നു. കാര്യം ഈ പോയിന്റ് എല്ലാം വന്നത് റഷ്യ പറഞ്ഞു ഇറാനോട് ഞങ്ങൾ ഒന്നിച്ചുണ്ട് എന്നൊരു മെസ്സേജ് കൊടുത്തു. ആ മെസ്സേജ് കിട്ടിയപ്പോഴൊക്കെ തന്നെ ട്രംപിനും മതിയായി. അതാണ് മെയിൻ, അല്ലാതെ വേറെ ഒന്നുമല്ല ഇതിനകത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഹോസ്റ്റേജ് വെച്ചിട്ട് ഇസ്രായേൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഉണ്ടല്ലോ കണക്ക് വെച്ചിട്ട് 50 ഹോസ്റ്റേജസിൽ ഒരു 20 പേര് മരിച്ചാൽ ഒരു 30 പേര് ഇപ്പോഴും അവരുടെ ക്യാപ്റ്റിവിറ്റിയിൽ ഉണ്ടല്ലോ. ഇതുവരെ അവരെ ഇത്രയും നാളായിട്ടും മോസ്റ്റ് പവർഫുൾ ആയിട്ടും ഇതുവരെ അവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. 20-25 പേര് മരിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട്. എന്നാൽ റിമൈനിങ് ആർ സ്റ്റിൽ ഇൻ ദെയർ ക്യാപ്റ്റിവിറ്റി എന്നാണ് പറയുന്നത്. അതുപോലെ ഇതിപ്പോ ചെയ്യാൻ പറ്റുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ പുഷ് ബട്ടൺ വാർ എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് മിസൈൽസ് അങ്ങ് വിടുകയാണ്.
വിട്ടതിന് ശേഷം, അതായത് ഹ്യൂമൻ കാഷ്വാലിറ്റി ഈസ് ക്വൈറ്റ് ലെസ്. ഇസ്രയേലിൽ ഹ്യൂമൻ കാഷ്വാലിറ്റി കുറവാകാനുള്ള മെയിൻ കാരണം ദേ ആർ ട്രെയിൻ ടു ഇറ്റ്. അവർക്കറിയാം, എല്ലാ ദിവസവും അവർ ഇത് തന്നെ, അവിടെയുള്ള ആൾക്കാരുടെ ഡ്രില്ലാണത്. മാളത്തിൽ ഒളിക്കുന്ന മാതിരി ബങ്കറിലോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, അതനുസരിച്ചിട്ട് ഇറ്റ് ഈസ് സെറ്റ് പാറ്റേൺ. നേരെ മറിച്ച് ഇറാൻ പോലുള്ള രാജ്യത്തിന് അത് സെറ്റ് പാറ്റേൺ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് US-ന്റെ ഒരു സക്സസ് എന്നുള്ള രീതിയിൽ ആസ് എ മിലിറ്ററി പേഴ്സൺ വി കനോട്ട് എസ്റ്റിമേറ്റ് ഇൻ അടുത്ത ഘട്ടത്തിൽ അതിനെ കുറച്ചുകൂടി വിശദമായി എത്തുകയും ചെയ്യാം. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ശ്രീ മോഹൻ പിള്ള പറയുന്ന പോലെ എന്തിനാണ് അമേരിക്ക ആ സമയത്ത് ഇടപെട്ടത്, അതിൻ്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിനപ്പുറം ഈ ഫോർദോ ആക്രമണം ഒരു സ്റ്റേജ്ഡ് ടോക്കൺ അറ്റാക്ക് ആണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. ആ ആക്രമണത്തിന് മുൻപ് അമേരിക്കൻ ഇറാൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. ആക്രമണത്തിന് മുൻപ് ഫോർദോയിലേക്ക് ഒരു 16 വൻ ട്രക്കുകൾ വന്ന് സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അവിടുന്ന് എല്ലാം മാറ്റാനുള്ള സാവകാശം ഇറാന് കൊടുത്തു. ഒഴിഞ്ഞ ഫോർദോ ആക്രമിച്ചു. അത് കഴിഞ്ഞ് വ്യോമത്താവളങ്ങൾ ആക്രമിക്കാൻ പോകുന്ന കാര്യം ഇറാൻ ഖത്തറിനെ അറിയിക്കുന്നു. എയർ സ്പേസ് അടയ്ക്കുന്നു ഖത്തർ, അസറ്റുകൾ അവിടുന്ന് മാറ്റുന്നു, താവളം ആക്രമിക്കുന്നു. മൊത്തത്തിലൊരു മാച്ച് ഫിക്സിംഗ് ഫീൽ തോന്നുന്നുണ്ടോ ശ്രീ മോഹൻ വർഗീസ്? ഏതാണ്ട് അതേ വാക്ക് തന്നെയാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്, മാച്ച് ഫിക്സിംഗ്. ഇത് അമേരിക്കയുടെ ഒരു ഗ്രാൻഡ് തന്ത്രത്തിന്റെ ഭാഗമാണ്. അത് ഇറാൻ കൂടി അതിനോടൊപ്പം നിന്ന് കൊടുത്തു. ഇസ്രയേലിനും അതേക്കുറിച്ച് അറിവുണ്ടായിരുന്നു തന്നെയാണ്. യഥാർത്ഥത്തിൽ അമേരിക്ക ഒരിക്കലും ഇസ്രയേലുമായുള്ള ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുത്തിയിട്ടില്ലായിരുന്നു എന്നതാണ് സത്യം. ആ ചർച്ചകളൊക്കെ, ആണവ ചർച്ചകളൊക്കെ 5 റൗണ്ട് ചർച്ചകൾക്ക് ശേഷം പിന്നീട് ചർച്ചകൾ ഉണ്ടായില്ല ഔപചാരികമായ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ എന്നത് ശരിയാണ്. പക്ഷേ അനൗപചാരികമായി ഈ ആക്രമണ സമയത്ത് ഉടനീളം ഇറാന്റെ ടോപ്പ് ലീഡർഷിപ്പുമായി ഒരുപക്ഷെ അമേരിക്ക ചർച്ച ചെയ്യുന്നുണ്ടാവും. ഒന്നുകിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ, അല്ല എങ്കിൽ നേരിട്ട്. തീർച്ചയായും ഖത്തറിന്റെ പ്രധാനമന്ത്രി അൽഥാനി ഒരു കൃത്യമായ ഒരു റോള് വഹിച്ചു എന്ന് കാണാം. എന്തുകൊണ്ട് അമേരിക്കൻ ബേസിനെതിരെ ആക്രമണം ഖത്തറിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ, മറ്റേത് ഗൾഫ് രാജ്യത്തേക്ക്, സൗദി ഉൾപ്പെടെയുള്ള UAE ഉൾപ്പെടെയുള്ള രാജ്യത്തേക്ക് വന്നാലും അത് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും. ഖത്തർ എങ്ങനെയും വഴങ്ങുന്ന രാജ്യമാണ് അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിനോടൊപ്പവും, അതേപോലെ തന്നെ ഇസ്രായേലി ആൻഡ് ഇറാനിയൻ സ്കീം ഓഫ് തിങ്സിനോടൊപ്പം എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരുടെയും ഗുഡ് ബുക്സിൽ എൻട്രി ലഭിച്ച ഒരൊറ്റ രാജ്യം മാത്രമേ ഉള്ളൂ ഗൾഫ് മേഖലയിൽ, അതിൻ്റെ പേരാണ് ഖത്തർ. അതുകൊണ്ടാണ് ഖത്തർ എല്ലാം അറിഞ്ഞിരുന്നു എന്ന് വേണം കരുതാൻ. ആത്യന്തികമായി തങ്ങളുടെ റോള് അവർ വഹിക്കേണ്ടി വരും. തങ്ങൾക്കെതിരെ ഒരു ആക്രമണം വരും എന്ന് ഖത്തർ അറിഞ്ഞിരുന്നു. അതെല്ലാം തന്നെ ഇറാന് ഖത്തറിന് നേരെ മിസൈലുകൾ അയച്ചേ മതിയാവൂ. കാരണം ഖത്തറിനെ അല്ല ആക്രമിച്ചത് എന്നത് പിന്നീട് ഒരു സ്ഥിരീകരണത്തിലും ഇറാൻ വിശദീകരിച്ചു. അത് ലോകത്ത് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് സംഭവിച്ചിരിക്കുന്നത് ഇറാൻ ഇസ്രായേലിൻ്റെ ചില ലക്ഷ്യങ്ങൾ, ശ്രീ ഹാഷ്മി, ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അത് ജെനുവിൻ സെക്യൂരിറ്റി ത്രെട്ട് തന്നെയാണ്. അത് ഒരു രാജ്യത്തിൻ്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടും എന്ന തോന്നൽ അത് ഇസ്രായേലിൻ്റെ തോന്നലാണ്. അതോടൊപ്പം അമേരിക്കയ്ക്ക് നിന്നേ പറ്റൂ, അതവർ നിന്നു എന്ന് കാണിക്കാൻ വേണ്ടി കൃത്യമായ ആക്രമണം ഇറാനിൽ നടത്തി. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പുറമെ ഫോർദോ നിലയത്തിലും മറ്റ് 2 നെഥാൻസ് നിലയത്തിലും അതേപോലെ തന്നെ ഇസ്ഫഹാനിലും അമേരിക്കൻ ബോംബറുകൾ, B-2 ബോംബറുകൾ, കൃത്യമായ ബങ്കബസ്റ്റർ ബോംബറുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. അത് ക്രെഡിബിൾ ഇൻഫർമേഷനാണ്. അതേസമയം ആ ക്രെഡിബിൾ ഇൻഫർമേഷൻ നിലനിൽക്കെ തന്നെ ഇത് സ്റ്റേജ് മാനേജ്ഡ് ആയിരുന്നു. ഹാഷ്മിയുടെ അഭിപ്രായത്തിൽ മാച്ച് ഫിക്സിംഗ് എന്നതുപോലെ അത് ക്രെഡിബിൾ ആയിരുന്നു എന്ന് പറയാനുള്ള കാരണം, അതിനുള്ളിൽ തന്നെ ചർച്ച നടത്തിയിരുന്നു. ഇറാനെ ഞങ്ങൾ ആക്രമിക്കും, നിങ്ങൾക്ക് ഫിസൈൽ മെറ്റീരിയൽ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ കൃത്യമായി ട്രക്ക് ലോഡുകൾ മാറ്റപ്പെട്ടു. അതുകൊണ്ട് ഇറാന്റെ കൈവശം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോഴും സുരക്ഷിതമാണ്. അതിനർത്ഥം എന്താണ്? ഇറാൻ റിമെയിൻസ് ടു ബി എ ത്രെറ്റ്. പക്ഷേ അവർക്ക് അതിനുള്ള സംവിധാനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആണവ നിലയങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ സെൻട്രിഫ്യൂജുകൾക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. അതുൾപ്പെടെ മാറ്റാൻ സാധിച്ചോ? അതെല്ലാം അത്ര ക്ഷിപ്രസാധ്യമായ കാര്യമാണോ? ക്യാമറ കണ്ണുകൾ വെട്ടിച്ച് എവിടം വരെ പോകും? ഒരിടത്തും പോവില്ല. അമേരിക്കയുടെ ചാരക്കണ്ണുകളും ഇസ്രായേലിന്റെ ചാരക്കണ്ണുകളും ഇതെങ്ങോട്ടാണ് മാറ്റുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ ഉണ്ടാവും. പക്ഷേ കുറച്ച് കാലത്തേക്കെങ്കിലും ഇറാൻ സമ്പുഷ്ടീകരണം നിർത്തിവെക്കേണ്ടി വരും. അല്ല എങ്കിൽ ഈ സ്ട്രൈക്സിന്റെ കാരണത്താൽ ഏതാനും വർഷത്തേക്ക്, 1-2 വർഷത്തേക്ക് സമ്പുഷ്ടീകരണം നിർത്തിവെക്കുകയും അത് മതിയാകും. ഇസ്രായേലിനൊരു ബ്രീതിങ് സ്പേസ് ആണ്. പിന്നെ തുടർച്ചയായ ചർച്ചകൾക്കുള്ള അന്തരീക്ഷമാണ് അവിടെ സംജാതമാകുന്നത്. അതാണ് ഇതിന്റെ ടേക്ക് അവേ എന്ന് പറയുന്നത്. അതേ സമയത്ത് തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ മേൽ ഇറാന്റെ ആണവ പദ്ധതിയുടെ ത്രെട്ട് നിലനിൽക്കും. ഒരു ആക്രമണം ഇറാൻ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തിനെതിരെ ചെയ്തേ മതിയാവൂ. അത് കൃത്യമായ ഒരു കോ പ്ലെയർ എന്ന് പറയാം, ഒരു ഒത്തുകളിക്ക് നിന്നുകൊടുക്കുന്ന രാജ്യമെന്ന നിലയിൽ ഖത്തറിന്റെ അമേരിക്കൻ എയർ ബേസിനെതിരെ ആക്രമണം നടന്നിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? മറ്റെല്ലാ രാജ്യങ്ങളും ഭയപ്പാടിലാകും സ്വാഭാവികമായി. അതുകൊണ്ട് അമേരിക്കൻ സൈന്യത്തിന്
തുടർന്നും മധ്യപൗരസ്ത്യ പ്രദേശത്തെ നിൽക്കാൻ സാധിക്കും എന്ന സൂചനയാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് അമേരിക്കൻ താവളങ്ങൾ നിലനിൽക്കും, കൂടുതൽ സൈനികർ അവിടെ എത്തും, കൂടുതൽ വിമാനവാഹിനി കപ്പലുകളെത്തും, കൂടുതൽ ആയുധ വ്യാപാരം നടക്കും. അമേരിക്കയുടെ ഈ പറഞ്ഞ സൈനിക കച്ചവട താല്പര്യങ്ങൾ കുറച്ചുകൂടി സാക്ഷാത്കരിക്കപ്പെടുമെന്നുള്ളതാണ്. പണം വരുകയും ചെയ്യും അമേരിക്ക. താങ്കൾ പറയുന്ന ഒരു തിയറിയാണ്, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീത് പണിക്കർ, ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഇസ്രായേലിന് പറയാം ഇറാന്റെ ആണവശേഷി ഞങ്ങൾ തകർത്തു, അതുകൊണ്ട് ഞങ്ങളുടെ ഈ റെജീം ചേഞ്ച് ഒന്നും നടന്നില്ല, എങ്കിൽ കൂടിയും ഞങ്ങളുടെ താൽക്കാലിക എയിം കഴിഞ്ഞു. ഇറാന് പറയാം ഞങ്ങൾ ഈ സാധനമൊക്കെ മാറ്റി, ഞങ്ങളുടെ കാര്യമൊക്കെ അവിടെ സേഫാണ്. അതേസമയം ഇസ്രായേൽ നമ്മൾ കാര്യമായി തന്നെ ആക്രമിച്ചു എന്ന് പറയാം. ട്രംപിന് പറയാം ഞാൻ ഇടപെട്ട് യുദ്ധം നിർത്തി, അപ്പോൾ എൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം യുദ്ധം നിർത്തലാണ്, ഞാൻ സമാധാന നോബൽ അർഹനാണെന്ന് പറയാം. അങ്ങനെ മൊത്തത്തിലൊരു എല്ലാവരും തൃപ്തരായ ഒരു യുദ്ധമാണോ കഴിഞ്ഞു പോയത് 12 നാൾ? അതിന് ഏറ്റവും ഒടുവിൽ സമാധാനം ഉണ്ടാകുന്നു, രക്തച്ചൊരിച്ചിലുണ്ടാകുന്നു, നമുക്കെല്ലാം ആശ്വാസം. ശ്രീത്, സമാധാനമുണ്ടാകുന്നു, രക്തച്ചൊരിച്ചിൽ കുറയുന്നു എന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ ആർക്കാണ് ആത്യന്തികമായിട്ടുള്ള നേട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഖ്യാപിത ലക്ഷ്യം എന്തായിരുന്നു അത് അച്ചീവ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണ്. അങ്ങനെ ആരെങ്കിലും ഒരു എൻറ്റിറ്റി ഇതിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഏജൻസികളുടെ കണക്കുകൾ പുറത്തു വരണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിലേക്ക് ആദ്യം പോകുന്നത് ആരാണ്? ഇസ്രായേലാണ്. ഇസ്രായേൽ അത് പോകുന്നതിൻ്റെ കാരണം ഇറാനിൽ അവർ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ട് ഈ യുറേനിയം എൻറിച്ച്മെന്റ് നടത്തുന്നു എന്നാണ്. അപ്പോൾ അത് ഇസ്രായേലിന് ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ ഇറാൻ പൂർണ്ണമായിട്ടും ന്യൂക്ലിയർ നിരായുധീകരണത്തിൽ വന്നിരിക്കണം. അപ്പോൾ അത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെ പറ്റി നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. കാരണം അവിടെ US-ന്റെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചു, അതിനുശേഷം ഇസ്രായേൽ അവിടെ ആക്രമിച്ചു. ഇപ്പോൾ തന്നെ IAEA ഭാഗത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് അവിടേക്ക് ഒരു തരത്തിലുള്ള റേഡിയേഷൻസ് അവിടെ ഇല്ല എന്ന രീതിയിലാണ്. എന്ന് വെച്ചാൽ അവിടെ തകർത്താൽ പോലും അതിൻ്റെ റേഡിയേഷൻസ് അവിടെ ക്യാപ്ചർ ചെയ്യേണ്ടതാണ്, റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതാണ് എന്നിരിക്കെ അതിനെ മറ്റെങ്ങോട്ടോ മാറ്റിയിരിക്കാനുള്ള സാധ്യത, അതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന വെഹിക്കിൾ മൂവ്മെന്റ്, ഈ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ സജസ്റ്റ് ചെയ്യുന്നത് അതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഇല്ലാതെയായി എന്ന് ഇസ്രായേലിന് വിശ്വസിക്കാനുള്ള ഒരു കാരണവുമില്ല. ഒരുപക്ഷെ കുറേ വർഷങ്ങളിലേക്ക് അവരുടെ ന്യൂക്ലിയർ ഡെവലപ്മെന്റ് കപ്പാസിറ്റിയെ പിന്നിലേക്ക് അടിച്ചിരിക്കാം. അതിനപ്പുറത്തേക്ക് അവർക്ക് പൂർണ്ണമായിട്ട് അവരുടെ ഉദ്ദേശിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പെർമനന്റ് സൊല്യൂഷൻ അവിടെ നിലവിലില്ല എന്നുള്ളത് ഒരു വസ്തുത. 2, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇൻഡിപെൻഡന്റ് ന്യൂക്ലിയർ പ്രോഗ്രാം ഞങ്ങൾ ഈ NPT ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകുമെന്നുള്ളതായിരുന്നു അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം. അതിൽ തന്നെ വെപ്പൺ ഗ്രേഡ് കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നവർ പരസ്യമായിട്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ ഏത് തോതിലാണോ അവർ ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത്, 60% അവർ എത്ര പെട്ടെന്നാണ് അച്ചീവ് ചെയ്തിരിക്കുന്നത്, എത്ര പെട്ടെന്ന് അവർക്ക് വേണമെങ്കിൽ നിലവിൽ എൻട്രി ചെയ്തിരിക്കുന്ന യുറേനിയത്തിൽ നിന്ന് 9 or 10 ആയുധങ്ങൾക്ക് വേണ്ടുന്ന വെപ്പൺ ഗ്രേഡ് 90% പ്യൂരിറ്റിയിലേക്ക് പോകാം എന്നതുമായി ബന്ധപ്പെട്ട IAEA കണക്കുകളുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഈ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ സിഗ്നറ്ററി ആയിരുന്നിട്ട് കൂടി അവർ രഹസ്യമായിട്ട് സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയെങ്കിൽ അവരുടെ താല്പര്യം എന്താണ്? അത് വീണ്ടും തുടർന്നു പോവുക എന്നുള്ളതാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് ആ ലക്ഷ്യം അവർക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലില്ല. കാരണം ഒന്നുകിൽ അത് തകർക്കപ്പെട്ടു, അതല്ലെങ്കിൽ മറ്റെങ്ങോട്ടോ അത് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉടനെ ഒന്നും തന്നെ അത് അവർക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല. 3, അമേരിക്കയാണ്. അമേരിക്ക ഏത് ഘട്ടത്തിലാണ് ഇടപെടുന്നത്? അമേരിക്ക ഇടപെടുന്നത് ഇസ്രായേലിന്റെ ക്ലെയിം കറക്റ്റാണ് എന്നുള്ളത് കൊണ്ടാണ്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ തങ്ങളുടെ കയ്യിലുള്ള കപ്പാസിറ്റിയാണ്, തങ്ങൾക്ക് മാത്രമേ അത്ര പ്രഹരം ഏൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഇതിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവിടത്തേക്ക് ബോംബറുകളെ അയക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും നിരായുധീകരിക്കാനായിട്ട് അവർക്ക് സാധിച്ചു എന്ന് IAEA പോലെയുള്ള ഏജൻസികളുടെ ഒരു വെറ്റിംഗ് ഇല്ലാതെ അമേരിക്കയും ഈ പറഞ്ഞിരിക്കുന്ന എന്തിനാണോ അവരിതിലേക്ക് വന്നിരിക്കുന്നത് അതിലെ ഗോൾ അച്ചീവ് ചെയ്തു എന്നവർക്ക് പറയാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഈ 3 എൻറ്റിറ്റികളും അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നേടിയെടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ക്ലാരിറ്റി ഇല്ല. ഇപ്പോൾ ഇതിന് ഇൻഡിപെൻഡന്റ് ഏജൻസികൾ വെറ്റ് ചെയ്യണം. അതിൽ തന്നെ ഈ IAEA പോലെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിട്ടുള്ള സൈറ്റ് ഇൻസ്പെക്ഷൻ മാത്രമല്ല, മറ്റു പലതരത്തിലുള്ള സെൻസറുകൾ, അവർ റിമോട്ടായിട്ടുള്ള സ്റ്റഡി, അതൊക്കെ നോക്കിയതിന് ശേഷം വളരെ ആക്യുറസിയോട് കൂടിയിട്ട് എത്ര സ്റ്റോക്ക് പെയിലാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള കണക്കുകളുണ്ട്. ഇപ്പോൾ 9240 കിലോഗ്രാമിന് മുകളിൽ എൻറിച്ച്ഡ് യുറേനിയം ഉണ്ട് എന്നും അതിൽ തന്നെ 400 കിലോയ്ക്ക് മുകളിലുള്ളത് ഈ 60% മുകളിലേക്ക് പ്യൂരിറ്റി അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുമൊക്കെയുള്ള കണക്കുകൾ അവരെടുക്കുന്നത് മുഴുവനും കൂടുതലും റിമോട്ടായിട്ടാണ്. കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഫിസിക്കൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഇറാൻ അവരെ സമ്മതിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതേപോലെയുള്ള ഏജൻസികളുടെ കണക്ക് പുറത്തു വരണം. ആ കണക്കുകളെ എനിക്ക് തോന്നുന്നില്ല ലോകരാജ്യങ്ങൾക്കൊക്കെ സ്വാധീനിക്കാനായിട്ട് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ കണക്ക് പുറത്തു വരുന്ന സമയത്ത് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടതിന് ആനുപാതികമായിട്ടുള്ള റേഡിയേഷൻസോ കാര്യങ്ങളോ അവരിവിടെ ഒബ്സർവ് ചെയ്യുന്നില്ല എങ്കിൽ
അത് മറ്റെങ്ങോട്ടോ മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങോട്ടാണ് മാറ്റിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഇൻഫർമേഷൻ മറ്റ് രണ്ട് രാജ്യങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇസ്രായേലിന് അഥവാ ഇല്ല എങ്കിൽ പോലും, ഇസ്രായേലിന് ഇല്ല എന്ന് കരുതാനുള്ള സാധ്യതകളില്ല, പക്ഷേ എങ്കിൽ പോലും അമേരിക്കയ്ക്ക് അത് നിർബന്ധമായും ഉണ്ടായി കഴിയുകയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മാക്സർ ടെക്നോളജി പോലെയുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സാറ്റലൈറ്റ് ഒക്കെ നോക്കുന്ന വളരെ ക്ലാരിറ്റിയോട് കൂടി പിക്ചർ എടുക്കുന്ന ആൾക്കാർക്ക് വരെ ഇവരുടെ ഈ ഫർദോ ഫെസിലിറ്റിയുടെ പുറത്ത് നിരവധി ട്രക്കുകളുടെ മൂവ്മെന്റ് വളരെ ക്ലാരിറ്റിയോട് കൂടി ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഫർദോയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, നദാൻസിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ടാക്കുന്ന രീതിയിലത്തേക്കുള്ള യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നു എന്ന് ഒരു സ്റ്റേറ്റഡ് പൊസിഷനുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് അവർ ട്രാക്ക് ചെയ്യില്ലേ? വെടിനിർത്തലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഈ വെടിനിർത്തൽ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറാനെ ഈ പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് അതവര് എഗ്രി ചെയ്യാൻ ബാധ്യസ്ഥത ഉള്ള രീതിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഈ NPT കണ്ടീഷൻസ് റീഇംപോസ് ചെയ്യാനായിട്ട് കഴിയണം. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ മാത്രം അവർ ഈ സമ്പുഷ്ടീകരണത്തിന് പോകണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു പക്ഷേ വെപ്പൺ ഗ്രേഡിലേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ എന്തായാലും IAEA ഈ പറയുന്ന ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു. നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇതിന്റെ പുരോഗതി. അബ്ദുള്ള ബാസിൽ, ഇവിടെ നമ്മൾ എന്തായാലും കണ്ടത് ഈ പറയുന്ന അവരുടെ ആണവശേഷി പൂർണ്ണമായി ഇല്ലാതാക്കിയോ അല്ലെങ്കിൽ സ്റ്റിൽ അങ്ങനെ ഉണ്ടോ എന്നതിനപ്പുറം നമ്മൾ കണ്ടത് പലസ്തീൻ കണ്ടതുപോലെ കാർപ്പറ്റ് ബോംബിങ്ങിൻ്റെ പരമനാശത്തിൻ്റെ ഏകപക്ഷീയ കാഴ്ചകൾ മാത്രമല്ല. ഇറാൻ അവരുടെ മിലിറ്ററി ടോബ്രാസിനെ, ആണവ ബ്രെയിനുകളെ നഷ്ടപ്പെട്ടു. അതേസമയം ഒരു കാലവും തകർക്കപ്പെടില്ല എന്ന് ഇസ്രായേൽ വിശ്വസിച്ച അല്ലെങ്കിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ച അയൺ ഡോം ഇൻവിൻസിബിൾ അല്ല, അത് ഇംപെനട്രേറ്റബിൾ അല്ല. ജനം ബങ്കർ പോലും, ഏറ്റവും ഒടുവിൽ 2 പേർ കൊല്ലപ്പെടുന്നത് ബങ്കറിനുള്ളിലാണെന്നാണ് പറയപ്പെടുന്നത്. ബങ്കർ പോലും സുരക്ഷിതരല്ലെന്നും ലോകത്തിന് ബോധ്യപ്പെടുന്ന നാളുകളാണ്. 12 നാളുകളുടെ ഈ ശാക്തിക ബലാബലത്തിൻ്റെ ഒരു ടേക്ക് അവേ എന്താണ് എന്നുള്ളതാണ് താങ്കളുടെ ഒരു ചിന്ത, അബ്ദുള്ള ബാസിൽ? തീർച്ചയായും ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഈ ഡിസ്കഷൻ്റെ ഒരു ടൈറ്റിൽ പോലെ തന്നെ ശാശ്വത സമാധാനമായോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എപ്പോഴാണ് ഈ ഒരു സമാധാനമാവുക? അതാവുന്നത് തീർച്ചയായും നമ്മൾ പൂർണ്ണമായിട്ടും ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു ഫ്രണ്ട്ലി മാച്ചുകളോ അല്ലെങ്കിൽ മാച്ച് ഫിക്സിങ്ങോ അതിലേക്ക് എത്തുമ്പോഴല്ല, മറിച്ച് ശാശ്വത സമാധാനമാവുക ഗസയിൽ നടക്കുന്ന വംശഹത്യ അവസാനിക്കുമ്പോൾ മാത്രമാണ്. 60,000-ലധികം ആളുകൾ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട, അതേപോലെ തന്നെ ഇന്ന് മാത്രം ഇപ്പൊ നമ്മളിതൊക്കെ ശാശ്വത സമാധാനത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് മാത്രം 29 ആളുകൾ അവിടെ മരണപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ തൊട്ടു മുമ്പ് വന്നിട്ടുള്ള ഹാർവാർഡിന്റെ സ്റ്റഡി പറഞ്ഞിട്ടുള്ളത് 3.7 ലക്ഷം ആളുകൾ മിസ്സിംഗ് ആണെന്നാണ്. എന്നാൽ അത്രയും കാഷ്വാലിറ്റി എണ്ണത്തിൽ വരാത്തത് അത്രയും കൂടുതലാണെന്നാണ്. അപ്പൊ ഗസയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള വംശഹത്യ നിർത്താതെ ശാശ്വത സമാധാനം എന്ന് പറഞ്ഞ സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ ഒരു പരിഹാസ്യമാണെന്നുള്ളതാണ് ഒരു കാര്യം. എന്നാൽ ശാശ്വത സമാധാനത്തിലേക്കുള്ള വഴികളായോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ അതിലേക്കുള്ള ഒരുപാട് സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ ഒരു 1.5 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകപക്ഷീയമായ ഒരു വംശഹത്യ ആയിരുന്നെങ്കിൽ, ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ വംശഹത്യക്ക് പകരം ഇവിടെ ശക്തിയുള്ള രാജ്യങ്ങളുമായി ഏറ്റുമുട്ടിയപ്പോൾ നേരത്തെ നടക്കുന്നത് പോലെയല്ല സംഭവങ്ങൾ എന്നുള്ള ഒരു റിയാലിറ്റിയിലേക്ക് അമേരിക്കയും ഇസ്രായേലും പോലും എത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ട്രംപിന്റെ ട്വീറ്റുകൾ പോലും പറയുന്ന, അല്ലെങ്കിൽ ട്രംപിന്റെ ആ ഒരു തെറിവിളി അടക്കം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി ആയിക്കൊണ്ട് പാശ്ചാത്യ ശക്തികൾക്കും അമേരിക്കക്കും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇസ്രായേലിനെ കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് വേണമെങ്കിൽ പറയാം ട്രംപ് ഓട്ടോറിക്ഷ പോലെയാണ്, അങ്ങോട്ടേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങോട്ട് പോകുന്ന ആളാണെന്നൊക്കെ പറയാം. പക്ഷേ അമേരിക്കയുടെ ഒരു പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ അല്ലായിരുന്നു. പക്ഷേ അത്തരം ഒരു അവസ്ഥയിലേക്ക് പോലും AIPAC-നെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു. അങ്ങനെ അവിടെയുള്ള രാഷ്ട്രീയക്കാരെ മുഴുവൻ വിലക്കെടുത്തിട്ട് പോലും, അങ്ങനെ സയനിസ്റ്റ് ലോബി അമേരിക്കയെ പാടെ വിഴുങ്ങിയിട്ട് പോലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരം കോൺഫ്ലിക്റ്റുകളുടെ തുടർച്ചയായിക്കൊണ്ട് അത് ഒരു സമാധാനത്തിലേക്കുള്ള വഴിയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഏകപക്ഷീയമായിട്ട് ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇറാഖിനെ കുറിച്ചും ലിബിയയെക്കുറിച്ചും അഫ്ഗാനിസ്ഥാനെ കുറിച്ചുമാണ്. അന്നൊക്കെ ഒരു വളരെ യൂണിപോളാറായ ഒരു ലോകക്രമത്തിൽ അമേരിക്കയും അതേപോലെ തന്നെ സയനിസ്റ്റ് ലോബിയും എന്ത് വിചാരിച്ചോ അതുപോലെ നടന്നിരുന്ന, അത് അവർക്ക് ആരെ വേണമെങ്കിലും കൊല്ലാമായിരുന്ന, എത്ര ആളുകളെ വേണമെങ്കിലും കൊല്ലാമായിരുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അതിന് ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേക്ക് അവേ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഈവൻ നമ്മുടെ രാജ്യമടക്കം ഭാഗമായിട്ടുള്ള ബ്രിക്സ് എന്ന് പറയുന്ന പിന്നെ സംവിധാനങ്ങളടക്കം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട്
അതുകൊണ്ടാണ് ഒരു 20 വർഷത്തിന് മുമ്പ് നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റുമായിരുന്നില്ല ഈ ഇറാനോ ഇസ്രായേലോ അമേരിക്കയോ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റെജീം ചേഞ്ച് വേണം എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായി പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു പ്രഖ്യാപിത ലക്ഷ്യവുമായി ഇസ്രായേൽ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അമേരിക്ക ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് നടത്തിയേ അവർ തിരിച്ചു വരുമായിരുന്നുള്ളൂ. പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ കാണുന്നത്. അതിനൊക്കെ മാറ്റം സംഭവിച്ചുകൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിത ലക്ഷ്യം പോലും നേടിയെടുക്കാതെ, അതേപോലെ തന്നെ ആണവ നിലയങ്ങൾ അത് പിന്നെ നശിപ്പിച്ചോ എന്ന് ഉറപ്പിക്കാൻ പോലും ആവാതെ തിരിച്ചു വരേണ്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു മൾട്ടി പോളാർ വേൾഡിലേക്ക് പിന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി അടക്കം ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു മൾട്ടി പോളാർ ലോകക്രമം വേണമെന്നുള്ളത്. അത്തരം ഒരു മൾട്ടി പോളാർ ലോകക്രമത്തിലാണ് നീതിയും ന്യായവും കുറച്ചെങ്കിലും സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. അതിലേക്കുള്ള ഒരു വഴി തെളിക്കുന്നു. കാരണം ഇവിടെയുള്ള നോമേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ UN ആകട്ടെ, അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഒരു വെറും സ്പെക്ടേറ്റേഴ്സ് ആയിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു പാസീവായിട്ട് അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് ഒരു വംശഹത്യ നടന്നിട്ട് അതിന് നമുക്ക് തടയിടാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിൽ നിന്നും ലോകം പതിയെ മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതാണ് ഈ ഒരു ഇപ്പോൾ സീസ് ഫയറിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ടേക്ക് അവേ ആയിട്ട് അതാണ് എനിക്ക് പറയാൻ കഴിയും. ശരി, മോഹൻപിള്ള, ഇവിടെ ഈ റെജീം ചേഞ്ച് എന്നുള്ളത് തുടക്കം മുതൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്നത് തന്നെ പഴയ പഹ്ലവി ഡൈനാസ്റ്റിയുടെ അല്ലെങ്കിൽ പഹ്ലവി ഭരണകൂടത്തിൻ്റെ കൊടിപ്പതാകയിലെ അടയാളമായിരുന്നു സിംഹം. അതുതന്നെയാണ്. അപ്പോൾ ഇവരെ മാറ്റി അവരെയോ അല്ലെങ്കിൽ വേറെ റെജീമിനെ കൊണ്ടുവരികയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അത് നടന്നില്ല. നേരത്തെ ശ്രീത് പണിക്കർ പറഞ്ഞു, ഈ IAEA കണക്കുകൾ പ്രകാരം മെയ് 17 വരെ യുറേനിയം ഹെക്സാഫ്ലൂറൈഡ്, യുറേനിയം ഓക്സൈഡ്, യുറേനിയം മെറ്റലൊക്കെ അടക്കം ഏകദേശം 9,250 കിലോ റോ മെറ്റീരിയൽസ്, 400 കിലോ യുറേനിയം സ്റ്റോക്ക് പൈൽ, അതിനൊക്കെ മുകളിൽ ഈ ബങ്കർ ബസ്റ്റർ പോയി വീണതെങ്കിൽ ഉണ്ടാവേണ്ടത് റഷ്യ മുന്നറിയിപ്പ് നൽകിയതുപോലെ ഒരു ചെർണോബിൽ മോഡൽ ദുരന്തമാണ്. ഇതൊരു മിനിമം റേഡിയേഷനോ മിനിമം കണ്ടാമിനേഷനോ പോലും ഇതുവരെ IAEA അടക്കം ഒരു അന്താരാഷ്ട്ര ന്യൂക്ലിയർ ഏജൻസികളും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ സാധിച്ചെടുത്തു എന്ന് ഇസ്രായേലിന് കോൺഫിഡൻസോടെ പറയാൻ കഴിയുമോ ശ്രീ മോഹൻപിള്ള? ഒരിക്കലുമില്ല. കാര്യം ഇതിനകത്ത് ഐ തിങ്ക് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദി തിങ്സ് ആർ കൊറിലേറ്റ് ചെയ്യുന്നുണ്ട് സിറ്റുവേഷനുമായിട്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരേ ഒരു പോയിന്റ്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ വെപ്പൺ ഗ്രേഡ് യുറേനിയം അറൗണ്ട് 4 ക്വിന്റലാണ്, 409 kg എന്നാണ് പറയുന്നത്. അതായത് നിയർ വെപ്പൺ ഗ്രേഡ് ആണത്. അതിനെക്കുറിച്ചാണ് IAEA മോർ വറീഡ് എന്നാണ് പറയുന്നത്. അത് അവർ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അറിയാം, ഒരു 4 ക്വിന്റൽ ഏത് വണ്ടിയിൽ എങ്ങനെയൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വേണമെങ്കിലും കൊണ്ടുപോകാനുള്ളതേ ഉള്ളൂ ഒന്ന്. പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IAEA എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ശരിക്കും ഈ IAEA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് US-ഉം അവരുടെ മെയിൻ അലൈഡ് രാജ്യങ്ങളുമാണ്. അതായത് ഇതിനകത്ത് 178 അംഗങ്ങൾ ഉണ്ടെന്നുള്ളതൊക്കെ ശരിയാണ്. ശരിക്കും 35 പേരാണ് ഇതിന്റെ ബോർഡ് ഓഫ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഈ 35 പേരിൽ 6 പേര് സ്ഥിര അംഗങ്ങളാണ്. ഈ 6 രാജ്യങ്ങൾ ആരൊക്കെയാ? ജർമ്മനി, UK, ഒരേ ഒരു എക്സെപ്ഷൻ റഷ്യ മാത്രമേ ഉള്ളൂ US-ന്റെ ഗ്രൂപ്പിൽ ഇല്ലാത്തത്. ഇതിനകത്ത് ജപ്പാനും അതിനകത്ത് മെമ്പറാണ്. പിന്നെ ബാക്കിയുള്ളത് 2 വർഷത്തേക്ക് അവർ റീജിയൻ വൈസിലാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ റീജിയൻ വൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏഷ്യ, യൂറോപ്പ് അങ്ങനെയുള്ള റീജിയൻ വന്നിട്ട് മിഡിൽ ഈസ്റ്റിലുള്ള റീജിയൻ ഉണ്ട്. ആ മിഡിൽ ഈസ്റ്റ് റീജിയനിലുള്ള ആരൊക്കെയാണെന്നറിയാമോ? അതായത് സൗദി, ഖത്തർ, UAE. ഇപ്പൊ ഈ ഏജൻസി എങ്ങനെ ഏത് വോട്ടിംഗ് നടത്താലും എങ്ങനെ അവർക്ക് US-ന് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും? ഒന്ന്. രണ്ടാമത്, ഇതിന്റെ ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് നോക്കണം. അതായത് ഇതിന്റെ ഈ IAEA 25% ഫണ്ട് ചെയ്യുന്നത് US ആണ്. അപ്പം ഈ IAEA എന്താണ് ഇസ്രായേൽ ചെക്ക് ചെയ്യാത്തത് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ ചെക്ക് ചെയ്യാത്തതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഇതാണ്. US ആണ് ഇതിനെ ബേസിക്കലി, അല്ലെങ്കിൽ ആ ഗ്രൂപ്പാണ് ഇതിനെ, വെസ്റ്റേൺ കൺട്രീസ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. മറ്റുള്ളവർക്കൊന്നും അതിനൊരു റോളില്ല എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ നിയർ വെപ്പൺ ഗ്രേഡ് യുറേനിയം ഒരു 4 ക്വിന്റൽ അവരത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തെ മേജർ പ്ലെയർ എന്ന് പറയുന്നത് റഷ്യയാണ്. അത് ഞാൻ വീണ്ടും പറയാനുള്ള കാരണം, റഷ്യയാണ് നിയർ നെയ്ബർ കൺട്രിയും. അതുപോലെ ഈ 2024-25 ഒരു 20 years ഓഫ് പാർട്ട്ണർഷിപ്പ്, മിലിറ്ററി പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള രാജ്യം അതാണ്. അതുപോലെ ഇന്നലെ തന്നെ റഷ്യ പറയുകയും ചെയ്തു, വി ആർ വിത്ത് ദിസ് തിങ്, ഇറാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഇത് തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കഷനിൽ പറഞ്ഞതാണ്. US ഇറാഖിനെതിരെ പോയി, ഞാൻ പറഞ്ഞല്ലോ, കെമിക്കൽ വെപ്പൺ ഉണ്ട് അല്ലെങ്കിൽ ന്യൂക്ലിയർ ബയോളജിക്കൽ വെപ്പൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവസാനം എന്താ പറ്റിയത്? അതുപോലെ തന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത്. കാര്യം ഒരു രാജ്യവും അത്ര മണ്ടന്മാരല്ല. കാര്യം അവർക്കറിയാം അവരുടെ അമേരിക്കയുടെ എയിം എന്താണെന്നുള്ളത്. അതായത്
ചത്തത് കീചകനാണെങ്കിൽ കൊന്നതാരാണെന്ന് ആരും പറയേണ്ട കാര്യമില്ല. ആ രീതിയിൽ അവിടെ തന്നെ ചെന്നിട്ട് അവരാരും അത് യുറേനിയം അവിടെ വെച്ചുകൊണ്ടിരിക്കില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ടൈംലി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഇത് എയിം അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യവും, അപ്പം ഇസ്രയേലിന്റെ എയിം എന്തായിരുന്നു? അതായത് അവരുടെ എയിമിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് കാശ്മീർ. കാരണം അവരുടെ ഈ ഹോസ്റ്റേജ് ഡ്രാമ 1.5 വർഷം മുമ്പുണ്ടായി ഹോസ്റ്റേജ് ഡ്രാമയിലും കിങ് പിൻ എന്ന് മെയിൻ ആളെന്ന് പറയുന്നത് ഇറാൻ ആണെന്നാണ് അവർ ബ്ലെയിം ചെയ്തത്. അവരത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ അവർ അറ്റാക്ക് ചെയ്തു എന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ഹിയർ മൈ ക്വസ്റ്റ്യൻ ഈസ് യുഎസിന്റെയാണ്. യുഎസ് എന്ന് പറയുന്നത് യുഎസ് ലോകത്തിന്റെ ഒരു പോലീസ് രാജ്യമായിട്ട് ഐ ആം ദ വൺ ഞാൻ പറഞ്ഞില്ലേ, ലൂയി ദ 14 മാതിരി ഐ ആം ദ കിങ് എന്നുള്ള രീതിയിൽ, ഐ ആം ദ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ഈ ട്രംപ് അങ്ങ് അവതരിച്ചിരിക്കുകയാണ്. ആൻഡ് ഹി ഈസ് ടേക്കിംഗ് ആദ്യം തന്നെ വിത്തൗട്ട് എനി പ്രൊവോക്കേഷൻ ആദ്യമേ വെൽ ഇൻ അഡ്വാൻസ് വെയിറ്റ് ചെയ്യാതെ തന്നെ സെൽഫ് ഡിക്ലറേഷൻ അങ്ങ് നടത്തുവാണ് ഓൺ ബിഹാഫ് ഓഫ് ഇറാൻ, ഓൺ ബിഹാഫ് ഓഫ് ഇസ്രയേൽ. അവര് പറയേണ്ടതാണ് ഞങ്ങൾ ഇനിയും ഇത് ചെയ്യത്തില്ല, ഇനിയും അറ്റാക്കില്ല എന്ന്. പക്ഷെ പറയേണ്ടതിന് ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. അത് ഞാൻ അപ്പീൽ ചെയ്തിട്ടുണ്ട്. ദേ മേ എഗ്രി. അത് അങ്ങനെയാണ്. ഇത് ഞാൻ പറഞ്ഞു അത് ഇനി ഇല്ല എന്നുള്ള രീതിയിൽ ഒരു കോൺക്രീറ്റ് കൺക്ലൂഷൻ ഒരു രാഷ്ട്രത്തലവൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തിന്റെ ഗതി എങ്ങോട്ട് എന്നുള്ളതിന്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അതിനെ നമ്മളാരും അത് തന്നെയാ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരേണ്ടത് കാര്യം. അതായത് ഓൾ ഫോറിൻ കൺട്രീസ് ഫോറിൻ റിലേഷൻസിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വെദർ ടു ലേ ഓൾ ദ എഗ്സ് ഇൻ US ബാസ്കറ്റ് ഓർ നോട്ട്. ദാറ്റ് ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. അത് ഒരിക്കലും ശരിയാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്നാണ് നമുക്ക് ഇതിനകത്ത് പറയേണ്ടത്. അപ്പം ഈ ഒരു യുദ്ധം ഈ 12 ദിവസം കൊണ്ട് അത് ഒരു ടെമ്പററി സീസ് ഫയർ ആണ്. പെർമനന്റ് ആയിട്ടുള്ള റൈവലറി അവരുടെ അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും, ഒരു സംശയവുമില്ല. കാര്യം ഇറാൻ ഒരിക്കലും അടങ്ങിയിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ ഇസ്രയേലിന് ഒരു കാരണവശാലും അവർക്ക് ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ എപ്പോഴും ആരുടെയെങ്കിലും വാർ ലൈക്ക് സിറ്റുവേഷൻ ആണ് അവരുടെ ഒരു നേച്ചർ അതാണ്. അപ്പം അത് വരുമ്പോഴേക്കും അവർ എപ്പോഴും ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ സർവൈവലാണ്. ഞങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിലുള്ള കൺട്രീസിലൊന്നും ഇങ്ങനെയുള്ള ഒരു ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ ആകാൻ പാടില്ല. ദേ ആർ ഓൾസോ റൈറ്റ്. പക്ഷെ അവരുടെ കാര്യം അവർ സ്വയം അങ്ങ് മറക്കുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എയിം അച്ചീവ് ചെയ്ത ആരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു സീറോ സം ഗെയിം ആണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞ പുതിയ കാലത്തെ യുദ്ധങ്ങളൊക്കെ ഇപ്പോൾ റഷ്യയും യുക്രൈനും അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവിടെ ആരെ വെച്ച് അച്ചീവ് ചെയ്യുന്നു, ആര് ജയിക്കുന്നു, ആര് പരാജയപ്പെടുന്നു, ആളുകൾ മരിക്കുന്നു എന്നല്ലാതെ അപ്പുറം ഇപ്പുറം ഒന്നുമില്ല. കുറേ നഷ്ടങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് എത്താം സാർ. സിയസ്റ്റിൻ ഇവിടെ ഇല്ല സിനിമയ്ക്കകത്ത് തിലകൻ നിന്നെ അച്ഛനാടാ പറയുന്നത് കത്ത് കൈയിടറ എന്ന് പറയുന്നത് പോലെയാണ്. ഈ ഇപ്പോൾ ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും താഴെ ഡൊണാൾഡ് ജെ ട്രംപ് പ്രസിഡന്റ് ഓഫ് അമേരിക്ക എന്നിങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ അദ്ദേഹം തന്നെ എഴുതി വെക്കുകയാണ്, അങ്ങനെ എഴുതി വെക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയ കാര്യങ്ങൾ പറയുന്നത് പോലെയാണ്. അതായത് ഞാൻ പറഞ്ഞിട്ട് ഒരാൾ ഒരു കാര്യം കേൾക്കുന്നില്ല എന്നതാണോ അത് ആ ഫ്രസ്ട്രേഷൻ മനസ്സിലാക്കേണ്ടത്? അതോ ഈ പറയുന്ന 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ എയർബേസിലേക്ക് ആദ്യമായി ആക്രമണം ഉണ്ടാകുന്നത് ഈ ഖത്തറിലേക്കാണ് എന്നാണ് പറയുന്നത് ശ്രീ എസ്റ്റിന്നി? അത് ഈ പറയുന്ന ഒരു ടോക്കണായി നേരത്തെ പറഞ്ഞിട്ട് അവിടുത്തെ വിമാനങ്ങളൊക്കെ മാറ്റിയിട്ടാണെങ്കിൽ കൂടിയും യുദ്ധം അവിടെ തുടർന്നാൽ ചുറ്റുമുള്ള അമേരിക്കൻ താല്പര്യങ്ങൾ കൂടി പ്രശ്നമുണ്ടാവും എന്ന തിരിച്ചറിവാണോ അത് ശ്രീ ഡിന്നി? ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സീസ് ഫയറിൻ്റെ കാരണം അതിൻ്റെ ഒരു ഇപ്പം ഖത്തറിലുള്ള US-ൻ്റെ എയർബേസിനെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് അല്ല ആ സീസ് ഫയർ വരുന്നത്. പക്ഷെ അതൊരു എക്സിറ്റ് സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ അതിന് നമുക്ക് വേണമെങ്കിൽ കാണാം. കാരണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ ഭൂമിയിൽ US സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ തിരിച്ച് അവരൊരു സ്ട്രൈക്ക് നടത്തിയേ സാധിക്കൂ. ഒരു സിംബോളിക് ആയിട്ടുള്ള സ്ട്രൈക്ക് നടത്തിയേ പറ്റൂ. കാരണം അത്രമാത്രം ജനവികാരം ഇറാൻ്റെ ഉള്ളിൽ അമേരിക്കയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവരൊരു ആക്ഷനും എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടുത്തെ ഭരണകൂടത്തിന് വലിയ ഒരു പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തേ മതിയാവും. അപ്പോൾ തീർച്ചയായിട്ടും 2020 ഇതേപോലെ കാസിം സുലൈമാനിനെ വധിച്ചപ്പം അവർ US-ൻ്റെ ഇറാഖിലുള്ള US ബേസിൽ സ്ട്രൈക്ക് ചെയ്തിരുന്നു. പക്ഷെ അവിടെയും നേരത്തെ അറിയിച്ചിട്ടാണ് അവർ സ്ട്രൈക്ക് ചെയ്തത്. ഇപ്പം ഖത്തറിൽ US ബേസിലും അവർ നേരത്തെ അറിയിച്ചിട്ടാണ് അവർ സ്ട്രൈക്ക് ചെയ്തത്. അതായത് നേരത്തെ അറിയിക്കുന്നതിന് അർത്ഥം കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടാവരുത്, അവർ അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുമെന്ന് അറിയാം. അതൊരു സിംബോളിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ടാണ്. പക്ഷെ അതുകൂടെ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇറാനിന് വേണ്ടി ഒരു എക്സിറ്റ് സ്ട്രാറ്റജി കൊടുക്കാൻ സാധിച്ചു. അതായത് അമേരിക്ക ഇറാൻ്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തു, തിരിച്ച് ഇറാൻ അമേരിക്കയുടെ ഒരു എയർബേസിലേക്ക് സ്ട്രൈക്ക് നടത്തി എന്നുള്ള ഒരു രീതിയിലേക്ക് മാറി. അപ്പോൾ അവിടെ സീസ് ഫയറിലേക്ക് ഉള്ള ഒരു കാരണം സീസ് ഫയറിലേക്കുള്ള ഒരു ഗ്രൗണ്ട് തയ്യാറാക്കാൻ സാധിച്ചു. പക്ഷേ സീസ് ഫയറിലേക്ക് പോകുമ്പോൾ അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ 3 രാജ്യങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഇതൊരു എക്സിറ്റ് സ്ട്രാറ്റജി മാത്രമാണ്. ആ എക്സിറ്റ് സ്ട്രാറ്റജിയിൽ ഇറാൻ ഒരു സ്ട്രൈക്ക് നടത്തി
അവിടെ ഒരു ഓണറബിൾ എക്സിറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറി. പക്ഷേ അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇമ്മീഡിയറ്റ്ലി ആ സ്ട്രൈക്ക് നടന്ന ഇമ്മീഡിയറ്റ്ലി തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ട്വീറ്റ് കണ്ടിരുന്നു. അതായത് ഇനി അവരോട് ആ സിസ്റ്റത്തിനകത്ത് നിന്ന് അവരെ എടുത്ത് കളയട്ടെ എന്നുള്ളത്, അതായത് ഈ തിരിച്ചടിക്കണം എന്നുള്ളത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആ സിസ്റ്റത്തിൽ എടുത്ത് പുറത്ത് കളഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി ഒരു ഹേറ്റ്രഡ് അല്ലെങ്കിൽ ഒരു വിദ്വേഷം ഇനി കാണില്ല എന്ന് വിശ്വസിക്കുന്നുള്ള രീതിയിലും ഇമ്മീഡിയറ്റ്ലി അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു ആ ഒരു സീസ് ഫയറിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് തന്നെ ഡൊണാൾഡ് ട്രംപ് നടത്തുകയും ചെയ്തു. അപ്പം അത് ഒരു എക്സിറ്റ് സ്ട്രാറ്റജി മാത്രമാണ്, അതല്ലാതെ അത് സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഭയന്നിട്ടല്ല അമേരിക്ക ഒരു സീസ് ഫയറിലേക്ക് പോകുന്നത്. അമേരിക്ക ആഗ്രഹിച്ച പ്രകാരം തന്നെ, ഇൻഫാക്ട് അമേരിക്ക കൊടുത്ത സ്ക്രിപ്റ്റ് പ്രകാരം തന്നെയാണ് അത് ചെയ്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ശ്രീ പണിക്കർ, ഇവിടെ സ്ക്രിപ്റ്റഡ് ആണ്, മാച്ച് ഫിക്സിംഗ് ആണ്, അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ തോന്നലുണ്ടാവുന്നു. നമ്മൾ ഇവിടെ കിടന്ന് പക്ഷം ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സൈബർ മീഡിയയിൽ അടിക്കുന്നവർക്ക് നല്ല അവർക്ക് ഒരു ഉൾവിളിയും തിരിച്ചറിവും ഉണ്ടാവട്ടെ. ശ്രീ പണിക്കർ, ഇവിടെ സൈനികമല്ലാത്ത മറ്റു ചില താല്പര്യങ്ങൾ കൂടി, മറ്റൊരു ലക്ഷ്യങ്ങൾ കൂടി സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, ഈ പറയുന്ന ബന്ദിമോചനം സാധ്യമാക്കാൻ കഴിയാത്ത ഭരണകൂടത്തിനെതിരെ, അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അഴിമതി കേസുകളിൽ ആ നാട്ടിൽ ആ സർക്കാരിനെതിരെ ഉയരുന്ന വലിയ പ്രതിഷേധങ്ങളെ, പ്രക്ഷോഭങ്ങളെ ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ ഈ ആക്രമണത്തിൽ കൂടെയും സാധ്യമാക്കുന്നു. കാര്യം അവരുടെ ആണവശേഷി, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇറാൻ്റെ ആണവശേഷി നശിപ്പിച്ചു നമ്മൾ എന്ന് പറയാൻ ബെഞ്ചമിൻ നെതന്യാഹു കഴിയുന്നു. ഇനി ഇറാനിലേക്ക് വന്നാലോ, അവിടെ ഈ പറയുന്ന ഖാംനി ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നൊരു സമയമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ ആ റെജീം ചേഞ്ച് സംഭവിച്ചേക്കുമോ എന്ന ഒരു സമയമാണ്. അതിനിടയ്ക്ക് ആക്രമണം ഉണ്ടാകുന്നു, എല്ലാവരും ഒന്നിക്കുന്നു, വീണ്ടും ഖാമനി അവിടെ ശക്തമാകുന്നു. ഇനി അമേരിക്കയിലേക്ക് വന്നാലോ, അവരുടെ ലോക സമാധാനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മിശിഹ ട്രംപ് എന്ന അവരുടെ ആ ഭരണ താല്പര്യം അല്ലെങ്കിൽ ആ രാഷ്ട്രീയ താല്പര്യം അവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. അങ്ങനെ സൈനികമല്ലാത്ത മറ്റു ചില താല്പര്യങ്ങൾ കൂടി ഇതിൽ യാഥാർത്ഥ്യമാകുന്നുണ്ട്. ശ്രീ പണിക്കർ, ഹാഷ്മി, എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ്, പ്രത്യേകിച്ച് ഒരു ആംഡ് കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്ന സമയത്ത് സമാനമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ റീസൺസ് ഒക്കെ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. സമാനമായിട്ടുള്ള ആരോപണങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് പ്രൂവ് ചെയ്തിരിക്കുന്ന പല കേസുകളും ഇതേപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ സ്റ്റെബിലിറ്റിയോ ഏതെങ്കിലും ഒരു റെജൈം ചേഞ്ചിനോ ഒക്കെ പോകുന്നതിനപ്പുറത്തേക്ക് മൊത്തത്തിൽ ഈ ഒരു മേഖലയിലെ സമാധാനം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം വെറുതെ അല്ലല്ലോ ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി എന്ന് പറയുന്ന ഒരു സംഭവം വെറുതെ അല്ല ഉണ്ടായിരിക്കുന്നത്. അത് ഉണ്ടാകുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. അത് യുഎന്നിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും അതിനൊരു ഓട്ടോണമസ് പവർ ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണമുണ്ട്, അതിനൊരു സ്ട്രക്ചർ ഉണ്ടാകുന്നതിനുള്ള കാരണമുണ്ട്. ഇതെല്ലാം തന്നെ ഉദ്ദേശിക്കുന്നത് വളരെ റെസ്പോൺസിബിളായിട്ട് ഒരു ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു കാര്യത്തിനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കുക എന്നതിൻ്റെ പേരിലാണ്. ഇപ്പം നമുക്കറിയാം ബന്ദി ക്രൈസിസിനെ പറ്റി നമുക്കറിയാം, അതേപോലെ തന്നെ ഹമാസ് പിന്നെ ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നത്തിനെ പറ്റി നമുക്കറിയാം, ലോകത്ത് നടക്കുന്ന പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളെ പറ്റി അറിയാം. പക്ഷെ അതിനൊക്കെ കൂടുതലായിട്ടുള്ള പ്രാധാന്യം ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു ക്രൈസിസിന് ഉണ്ടാകുന്നതിൻ്റെ കാരണം തന്നെ ഇതിലുള്ള ന്യൂക്ലിയർ എലമെന്റ് കൊണ്ടാണ്. റഷ്യയും യുക്രൈനും തമ്മിൽ നടക്കുന്ന സമയത്ത് അത് ഉണ്ടാകുന്നില്ല. റഷ്യ അങ്ങനെയുള്ള ഒരു പവറാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇസ്രായേലും പാലസ്തീനിൽ പിന്നെ ഹമാസുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു തർക്കം അവിടെ വരുന്നില്ല. ഇസ്രായേൽ അങ്ങനെയുള്ള ഒരു പവറാണെന്ന് അറിയാം. ഏകപക്ഷീയമായിട്ട് അവിടെ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി റഷ്യയുടെ ഭാഗത്താണെങ്കിലും ഇസ്രായേലിൻ്റെ ഭാഗത്താണെങ്കിലും ഉണ്ട് എന്നുള്ളത് ദീർഘകാലമായിട്ടുള്ള അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡാണ്. പക്ഷേ ഇവിടെ ഇറാൻ്റെ കാര്യത്തിൽ അതിലൊരു വ്യത്യസ്തത ഉണ്ടാകുന്നതിൻ്റെ കാരണം തന്നെ ഒരു കാലത്തും ഒരു സോവറിൻ സ്റ്റേറ്റ് ആയിട്ട് ഇസ്രായേലിനെ ഇറാൻ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. 1979 ഇസ്ലാമിക് റവല്യൂഷന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന നല്ല ബന്ധങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കിക്കൊണ്ട് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ, ഇസ്രായേൽ എന്ന് പറയുന്നതും അമേരിക്ക എന്ന് പറയുന്നതും സാറ്റാനിക് സ്റ്റേറ്റുകളാണ്. ഇത് രണ്ടും, പ്രത്യേകിച്ച് ഇസ്രായേൽ, ഭൂലോകത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഔദ്യോഗിക പൊസിഷൻ എടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഇവർ. തന്നെയുമല്ല, ഇവരുടെ പല ഘട്ടങ്ങളിലായിട്ടുണ്ടായിരുന്ന ഈ യുറേനിയം എൻറിച്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ തന്നെ IAEA ഒരു പാർട്ടിസാൻ ആറ്റിറ്റ്യൂഡിനെ പറ്റി പറയുമ്പോഴും എനിക്കതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, ഇറാഖിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമാനമായിട്ടുള്ള ഒരു ആരോപണത്തിൻ്റെ പുറത്ത് അന്ന് അമേരിക്ക ഇറാഖിനെ ഒരു അധിനിവേശത്തിന് വേണ്ടിയിട്ടൊക്കെ പോകുന്ന സമയമാണ്, ന്യൂട്രലൈസ് ചെയ്യാൻ. ആ സമയത്ത് അതിനെ റെസിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ബോഡി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയാണ്. കാരണം അവർക്ക് ഡയറക്റ്റ് സൈറ്റ് ഇൻസ്പെക്ഷൻ കൂടാതെ റിമോട്ടായിട്ടുള്ള സെൻസിങ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യമെന്ന് അന്ന് പരസ്യമായിട്ട് ഇവർ പറഞ്ഞിരുന്നതാണ്.
അതേപോലെ തന്നെ പണ്ടും ഇറാൻ, ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇറാൻ്റെ കാര്യങ്ങളെ വെച്ചിട്ട് ഇസ്രായേൽ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യുകയാണോ, നെതന്യാഹുവിൻ്റെ ഒരു പവർ സ്ട്രഗിൾ അവിടെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 20-25 വർഷം മുമ്പ് മുതലെങ്കിലും ഇറാനുമായിട്ടുള്ള ഈ ഒരു പ്രശ്നമുണ്ട്. അത് ഇസ്രായേൽ പല സ്ഥലങ്ങളിലായിട്ട് ഉയർത്തുന്നുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് IAEA പരിഗണനയിൽ വരുന്നുണ്ട്. മുമ്പ് ഈ രീതിയിലത്തേക്കുള്ള ഒരു എൻറിച്ച്മെന്റ് കേപ്പബിലിറ്റി ഇറാൻ അച്ചീവ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് ഉണ്ടായിരുന്ന സമയത്ത് അമേരിക്കയുടെ പ്രഷറിനെ പോലും അവർ റെസിസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ അവർക്ക് ഈ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ ഒരു ഫാക്ച്വൽ പ്രശ്നമുണ്ട്. ഈ പെർമനന്റ് മെമ്പേഴ്സ് ഇല്ല, IAEA പെർമനന്റ് മെമ്പേഴ്സ് ഇല്ല. ഡിസൈനിൽ അതിൻ്റെ ഫൗണ്ടിങ്ങിൽ തന്നെ അമേരിക്കൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അമേരിക്കയുടെ ഫണ്ടിങ് ഇപ്പോഴും പോകുന്നുണ്ട്, 25-30% ഉണ്ട്. അവരുടെ പോളിസിക്ക് അനുസരിച്ചിട്ടാണ് അതിൻ്റെ പല കാര്യങ്ങളും പോകുന്നത്. അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. പക്ഷേ എങ്കിൽ പോലും അതിൽ മറ്റുള്ള മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. റഷ്യയെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ചൈനയുണ്ട്. 13 പേര് സ്ഥിരമായിട്ട് അങ്ങനെ വരുന്ന മെമ്പേഴ്സാണ്. ഈ സ്ഥിരമെന്ന് പറയുമ്പോഴും അതിൽ ചില രാജ്യങ്ങളൊക്കെ തന്നെ സ്ഥിരമായിട്ട് വരുന്നു എന്നതിനപ്പുറത്തേക്ക് പെർമനന്റ് സീറ്റ് എവിടെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം ഇതേപോലെ തന്നെ ആണവോർജ്ജത്തിനെ ചൊല്ലി മുമ്പ് ഒരു 25 വർഷം മുമ്പ് ഉണ്ടാകുന്ന സമയത്ത് ഈ രണ്ടാൾക്കാരുടെയും റിക്വസ്റ്റുകൾ അവിടെ റിജക്ട് ചെയ്തതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഓർമ്മയുണ്ട്, ഇസ്രായേലിൻ്റെ ഭാഗത്ത് അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള അവരുടെ ഇത്തരം ഫെസിലിറ്റികൾ ഉണ്ട്, ന്യൂക്ലിയർ ഫെസിലിറ്റി അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ഇതിനെ ടേബിൾ ചെയ്യണം എന്നൊരാവശ്യമുണ്ടായിരുന്നു അറബ് കൺട്രീസിൻ്റെ ഭാഗത്തു നിന്ന്. അങ്ങനെ അറബ് കൺട്രീസിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരം പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് അമേരിക്കയുടെ താല്പര്യം അത് കൊണ്ടുവരണ്ട എന്നായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ആ 2 വർഷ കാലയളവിൽ ഇതിൻ്റെ ചർച്ചയുമായി വരുന്ന ഓരോ ബോർഡ് മീറ്റിങ്ങിലും ഈ ഇസ്രായേലിൻ്റെ വിഷയം അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയൊക്കെ തന്നെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ബോഡിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ കാണുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം, വലിയ രീതിയിലത്തേക്ക് ഇതിൻ്റെ സമ്പുഷ്ടീകരണം നടത്തുകയും നിങ്ങളുടെ ഒരു സ്റ്റേറ്റഡ് പോളിസി എന്ന് പറയുന്നത് ഒരു രാജ്യം ഈ ഭൂമുഖത്ത് ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളതാണ് എങ്കിലും നിങ്ങൾ അതിനെ ഒരു സോവറിൻ സ്റ്റേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ തയ്യാറല്ല എങ്കിലും നിങ്ങൾ അവർക്കെതിരെ പ്രോക്സി വാർ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് നടത്തുക, ആയുധങ്ങൾ കൊടുക്കുക, മറ്റുള്ള സഹായങ്ങൾ, ട്രെയിനിങ്, ഈ കാര്യങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ പറയുന്ന എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻസിക്ക് വേണമെങ്കിൽ വാലിഡേറ്റ് ചെയ്യാം. കാരണം ഫോറിൻ പോളിസി അപ്പോൾ പ്രധാനമാണ്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 2 രാജ്യങ്ങളും ന്യൂക്ക് രാജ്യങ്ങളാണ്. ആദ്യം അച്ചീവ് ചെയ്തിരിക്കുന്നത് നമ്മളാണ്. പക്ഷേ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? 1970-കളിൽ ഇത് അച്ചീവ് ചെയ്തിട്ടും നമ്മൾ ഇന്നേ വരെ ഈ ന്യൂക്ലിയർ ത്രെട്ട് റേസ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരിക്കലും ഫസ്റ്റ് യൂസ് നമ്മുടേതായിരിക്കും എന്ന് നമ്മൾ പറയുന്നില്ല. പാകിസ്ഥാനും സമാനമായിട്ടുള്ള പോളിസി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാജ്യവും റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഉപയോഗിക്കുന്ന രാജ്യവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്കും എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന ഏകദേശം ആ സെയിം പീരീഡിലൊക്കെ തന്നെ അവർ ഈ കപ്പാസിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്തതാണ്. അത് അവർ സീക്രട്ടീവായിട്ട് തന്നെ നമ്മൾ ചെയ്തത് എങ്ങനെയാണോ അതേപോലെ തന്നെ ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ അവർക്ക് ഇത്രയും വലിയ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് പലപ്പോഴും ഉണ്ടായിട്ടും, യമനിലാണെങ്കിലും സിറിയയിലാണെങ്കിലും ഈ പാലസ്തീനിൽ നിന്നാണെങ്കിലും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരത് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു സോവറിൻ സ്റ്റേറ്റും അതല്ലാതെ ഞങ്ങൾ ഇങ്ങനെ ഒരു രാജ്യം ഇവിടെ ഉണ്ടാകരുത് എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യവും തമ്മിൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഈ പ്ലാനിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. 2 രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഞാൻ പറയാം. ഇറാൻ ഇസ്രായേലിനെ ഒഫീഷ്യലായിട്ട് അംഗീകരിക്കുന്നില്ല ഒരു സോവറിൻ സ്റ്റേറ്റ് ആയിട്ട്. പക്ഷെ തിരിച്ച് ഇസ്രായേൽ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇസ്രായേൽ ഇറാനിനെ ഒരു സോവറിൻ സ്റ്റേറ്റ് ആയിട്ട്, ഒരു ഇൻഡിപെൻഡന്റ് സ്വതന്ത്ര അംഗീകരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഞാൻ പറയുന്നത്, പക്ഷേ ഇന്ത്യയും പാകിസ്ഥാൻ നമ്മുടെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ട് എന്ന് സമ്മതിച്ച രാഷ്ട്രങ്ങളാണ്. നമ്മൾ രഹസ്യമായി വെക്കുന്നില്ല. പക്ഷേ ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേൽ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം. അബ്ദുള്ള ബാസിൽ, ഇവിടെ അതിനൊക്കെ അപ്പുറം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇറാന്റെ ഭാഗത്ത് പലസ്തീൻ പോലൊരു രാഷ്ട്രമാണെങ്കിൽ ഇത് സംഭവിക്കില്ല. ഒരു ട്രംപ് ഇടപെടില്ല. ഒരു ട്രംപിൻ്റെയും രോഷം ഉണ്ടാവില്ല. അതിന് കാരണം എന്താണ്? ഇപ്പോൾ ഡിറ്ററൻസ് എന്നൊരു വാക്കിനോട് എനിക്ക് വിയോജിപ്പായിരുന്നു. ഈ പറയുന്ന ആയുധങ്ങൾ കുന്നുകൂട്ടി വെക്കുന്ന യഥാർത്ഥത്തിൽ അശാന്തിക്ക് പകരം മേഖലയിൽ ശാന്തി ഉണ്ടാകും എന്ന വാദത്തോട് ഞാൻ വിയോജിക്കലായിരുന്നു. പക്ഷേ ഇവിടെ കണ്ടത്, ഗാസയിൽ കണ്ടതുപോലെ കണ്ണത്താ ദൂരത്തോളം കൊടുക്കുന്ന നാശങ്ങൾ ടെല്ലവീവിൽ കണ്ടു. ഗാസയിൽ കണ്ടതുപോലെ കുഞ്ഞുങ്ങളെ എടുത്ത് ഓടാൻ വിധിക്കപ്പെട്ട അച്ഛന്മാരെയും അമ്മമാരെയും നമ്മൾ ഇസ്രായേലിൽ കണ്ടു. ഗാസയിൽ കണ്ടതുപോലെ കിടപ്പാട നഷ്ടങ്ങൾ കണ്ടു. ടെല്ലവീവിൽ, ഹൈഫയിൽ, മൊസാദ് ആസ്ഥാനത്ത്, IDF കേന്ദ്രങ്ങളിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണ സ്ഥാപനത്തിൽ, മൈക്രോസോഫ്റ്റ് ആസ്ഥാനം, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ആശുപത്രി കെട്ടിടങ്ങൾ ഒക്കെ ഉണ്ടായ നാശം ഇസ്രായേലിന് അതിന് അധിനിവേശ ചരിത്രത്തിൽ ആദ്യമായാണ്. അതുകൊണ്ട് ഇനി നമ്മൾ 12 നാൾ കണ്ടതുപോലെ ഇറാന് നേരെ ആദ്യം ഒരാക്രമണത്തിന് ഇസ്രായേൽ മുതിരുമെന്നും വീണ്ടും ആ മേഖല സംഘർഷഭരിതമാകുമെന്നും കരുതാൻ കഴിയുമോ? അബ്ദുള്ള ബാസിൽ, അത് ഡിറ്ററൻസ് ആണ്. ആ വാക്ക് ശരിയാണെന്ന് തെളിയുകയല്ലേ?
യെസ്, തീർച്ചയായും അവിടെയാണ് നമ്മൾ പറയുന്നത് കേവലമായിട്ടുള്ള, നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു പിന്നെ ഇവിടെ ഇറാന്റെ പല പ്രോക്സികളെ കുറിച്ച്. തീർച്ചയായും അതൊരിക്കലും ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജി അല്ല, അതിനോട് തീർച്ചയായും വിയോജിക്കുകയാണ്. പിന്നെ ഒരു ഭാഗത്ത് ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹൂത്തികളൊക്കെ ആയിട്ട് അവർ ചെയ്ത ആ ഒരു പണി ഒരു നിലക്കും എഫക്റ്റീവ് അല്ല, അത് സമാധാനമല്ല ഉണ്ടാക്കുന്നത് എന്നുള്ളത് തെളിഞ്ഞ ഒരു കാര്യമാണ്. എന്നാൽ അതേ സമയത്ത് ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് കുറച്ച് തോന്നി, ചില കാര്യങ്ങൾ തോന്നി. കാരണം എന്താ വെച്ചാൽ മേഖലയിലെ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണ് ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന് ഇസ്രായേലിന്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. എന്താണ് ഇസ്രായേലിന്റെ ട്രാക്ക് റെക്കോർഡ്? ഒരു ഇന്റർനാഷണൽ ലോയും അബൈഡ് ചെയ്യാത്ത ഒരു രാജ്യം, അതേപോലെ തന്നെ 32 UN റെസൊല്യൂഷനുകൾക്ക് പുല്ലുവില കൽപ്പിച്ച ഒരു രാജ്യം, അതുപോലെ തന്നെ 968 സീസ് ഫയർ അഗ്രിമെന്റുകൾ അതിന് വയലേഷൻ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ വയലേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യം, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പോലും പലതരത്തിൽ നിങ്ങൾ ചെയ്യുന്നത് വംശഹത്യയോട് സമാധാനമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നടക്കം പറഞ്ഞിട്ടുള്ള, നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു രാജ്യത്തിന്റെ ട്രാക്ക് റെക്കോർഡിനെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയരുത് എന്നുള്ളതാണ് വളരെ ബഹുമാനത്തോടു കൂടി സൂചിപ്പിക്കാനുള്ളത്. പിന്നെ അവിടെ ഇറാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ എന്താ ചെയ്യുന്നത്? ഇസ്രായേൽ ഇറാൻ അംഗീകരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഏത് ഇറാനെയാണ് ഇസ്രായേൽ അംഗീകരിക്കുന്നത്? ഈ പറഞ്ഞ ഷിയ റവല്യൂഷന് മുമ്പുള്ള ഇറാനെയാണ് എന്ത് ചെയ്തത്, ഇസ്രായേൽ അംഗീകരിക്കുന്നത്. ഈ സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇസ്രായേൽ കാർഡ്സ് പറഞ്ഞിട്ടുള്ളത്, അവിടുത്തെ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് എ റെജീം ദാറ്റ് ഡിസേർവ് ടു ബി ഡിസ്ട്രോയ്ഡ് എന്നുള്ളതാണ്. ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുന്നത് പോലെ മറ്റൊരു പറയണത് എ റെജീം ദാറ്റ് ഡിസേർവ് ടു ബി ഡിസ്ട്രോയ്ഡ്, ഡിസ്ട്രോയ് ചെയ്യപ്പെടേണ്ട റെജീം എന്നുള്ളതാണ്. അപ്പൊ അപ്പുറത്ത് റെജീം ചേഞ്ച് വേണമെന്നാണ് പറയുന്നത്, ഇപ്പുറത്ത് റെജീം ചേഞ്ച് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നക്കാരി തന്നെയാണ് എന്നുള്ളതിൽ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ IAEA കാര്യം പറഞ്ഞു. IAEA നമ്മൾ പറയുന്നത് NPT സൈൻ ചെയ്യുക പോലും ചെയ്യാത്ത ഇസ്രായേലാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഇറാനെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. പിന്നെ IAEA സൈൻ ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ IAEA മെമ്പർ അല്ലേ ചോദിക്കുക. പക്ഷേ ഇസ്രായേൽ IAEAയുടെ കോംപ്രിഹെൻസീവ് സേഫ് ഗാർഡ് അഗ്രിമെന്റ് എന്ത് ചെയ്തിട്ടില്ല, സൈൻ ചെയ്തിട്ടില്ല. കോംപ്രിഹെൻസീവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. തീർച്ചയായും അതാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് അമേരിക്കയുടെ ഒരു ബയാസ് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യ സൈൻ ചെയ്യാത്തത്. അപ്പോ നിങ്ങൾ പറയുന്നത് വെച്ചാൽ ഇവിടെ ഇറാൻ മാത്രമായിക്കൊണ്ടൊരു പ്രശ്നം പറയുക, അവിടെയാണ് ഞാൻ പറയുന്നത്. താങ്കളുടെ വ്യാഖ്യാനമാണ്. അല്ലല്ലോ, ഒരു സെക്കൻഡ്, അത് താങ്കളുടെ വ്യാഖ്യാനമാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്റ്റേറ്റഡ് പോളിസിയാണ് NPT സൈൻ ചെയ്യേണ്ടതെന്ന്. അതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പോ ഇവിടെ IAEAയുടെ സൈനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. IAEAയുടെ കോംപ്രിഹെൻസീവ് സേഫ് ഗാർഡ് അഗ്രിമെന്റ് എന്ത് ചെയ്തിട്ടില്ല, ഇസ്രായേൽ സൈൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഫുൾ സ്കോപ്പ് IAEA ഇൻസ്പെക്ഷൻസിനെ ഇസ്രായേൽ അംഗീകരിച്ചിട്ടുമില്ല. അപ്പൊ അവിടെയാണ് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു പോളിസിയുടെ ഭാഗമായി, ഇന്ത്യയുടെ ഒരു സോവറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ പോളിസിയുടെയും ഭാഗമായിക്കൊണ്ട് NPT സൈൻ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇസ്രായേലിന് അത് സൈൻ ചെയ്യാതിരിക്കാനുള്ള പിന്നെ അർഹതയുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാത്ത ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മേൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി പോവുകയും അവിടേക്ക് പോയി ആക്രമിക്കുകയും ചെയ്യുന്നതിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ പറയുന്നത്. NPT നിർബന്ധമായിട്ട് സൈൻ ചെയ്തിരിക്കണം, സൈൻ ചെയ്യാത്തത് മഹാ അപരാധമാണെന്ന് അല്ല പറയുന്നത്. ഫൗണ്ടേഷനലി തെറ്റാണ് താങ്കൾ പറഞ്ഞത്. അല്ലല്ല, ഒരു സെക്കൻഡ്. NPT നിർബന്ധമായും സൈൻ ചെയ്യണം. അല്ലല്ല, ഒരു സെക്കൻഡ്. ഇറാൻ നിർബന്ധമായും NPT സൈൻ ചെയ്യണമെന്ന് ഇസ്രായേൽ പറഞ്ഞതല്ല. ഇറാൻ NPT സിഗ്നറ്ററി ആണ്, അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ ഇറാൻ അവരുടെ ആണവ പ്രോഗ്രാമിൽ NPTയിൽ സൈൻ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സുതാര്യത ഇന്ന് തിയററ്റിക്കലെങ്കിലും ഉണ്ട്. ഇസ്രായേൽ അതുമില്ല എന്ന വാദം പറയുകയല്ല. അങ്ങനെയല്ല, NPT സൈൻ ശേഷം ഒരൊറ്റ തവണ പോലും അല്ലല്ല, നോക്കൂ, ഇത് കേൾക്കൂ. NPT സൈൻ ചെയ്യുകയും എന്നാൽ ആ സൈൻ ചെയ്തതിന് ശേഷം 2018 ശേഷം ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നത് എന്ത് നിലപാടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഗ്രോസി എന്ന് പറഞ്ഞ IAEAയുടെ DG തന്നെ പറയുന്നു, ഞങ്ങളുടെ പക്കൽ ഇറാന്റെ ആണവായുധങ്ങളുടെ തെളിവില്ല എന്ന് ഗ്രോസി തന്നെ പറയുന്നു. അമേരിക്കൻ തുളസി ഗബ്ബാർഡ് പറയുന്നു, അവിടെ ആണവായുധങ്ങൾ ഉണ്ടായിട്ടില്ല, അവർ എന്നേ നിർത്തിയതാണെന്ന് പറയുന്നു. എന്ന് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അതിനെപ്പറ്റി ഐഡിയ ഉള്ളതുകൊണ്ടാണ്. ഇസ്രായേലിന്റെ ഈ പ്ലാനിനെ പറ്റിയോ പ്രോഗ്രാമിനെ പറ്റിയോ ആർക്കും ഒരു ഐഡിയ ഇല്ല. റഫാൽ ഗ്രോസിയുടെ കണക്കല്ലേ ഇറാന്റേത്? ഔദ്യോഗികമായിട്ടുള്ള കണക്കല്ലേ ഇറാന്റേത്? അല്ല, ഔദ്യോഗികമായി മുന്നിൽ വെച്ചിരിക്കുന്ന കണക്കല്ലേ ഇറാൻ? ഗ്രോസി പറയുന്നു. ഏത് ഗ്രോസി? IAEAയുടെ DG ഗ്രോസി പറയുന്നു, ഈ പറയുന്ന ഇറാൻ ഈ പറയുന്ന രീതിയിൽ ആണവായുധം ഡെവലപ്പ് ചെയ്തു എന്ന് നമ്മൾക്ക് യാതൊരു തെളിവില്ലെന്ന് പറയുന്നു. തുളസി ഗബ്ബാർഡ് അത് തന്നെ പറയുന്നു.
കഴിഞ്ഞ മെയ് മാസം 17-ാം തീയതിയുള്ള IAEA റിപ്പോർട്ടിലാണ് താങ്കൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന 9,400 കിലോഗ്രാമിന്റെ കാര്യവും അല്ല, 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 60% കാര്യവും. അല്ല, ആണവായുധം അല്ല അത് ആണവായുധം ഡെവലപ്പ് ചെയ്തിട്ടില്ല. അല്ലല്ല, അവർ പറഞ്ഞെന്താ 60% എത്തിയിരിക്കുന്ന സാധനം വെപ്പൺ ഗ്രേഡ് 90%ലേക്ക് എത്താൻ ഏറ്റവും സാധ്യതയുള്ളത് 400 കിലോഗ്രാം. അങ്ങനെയാണ് റിപ്പോർട്ട്. അതെ, പക്ഷെ IAEA പക്കൽ ഇസ്രായേലിന് എന്തെങ്കിലും വിവരമുണ്ടോ? ഞാൻ പറഞ്ഞത് കൃത്യം കിലോ കണക്കിന് ഈ പറയുന്ന എന്താണ് യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് എത്രയാണ്, അവരുടെ മെറ്റൽ യുറേനിയം എത്രയാണ്, അവരുടെ പ്ലാന്റിലുള്ള യുറേനിയം മെറ്റൽ എത്രയാണ് എന്നൊക്കെ കൃത്യമായി IAEAക്ക് അറിയാമല്ലോ. ഇസ്രായേലിന് എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാമോ? അവർ സമ്മതിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും? ഇന്ത്യയുടേതുമില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സിഗ്നറ്ററി ആണെങ്കിൽ അതാണ് IAEA നോക്കുക. നിങ്ങൾ സിഗ്നറ്ററി ആണെങ്കിൽ അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, തുറന്നു കൊടുക്കണം എന്നുള്ള കണ്ടീഷന്റെ പുറത്താണ്. അല്ല ബാസിൽ ഇന്ത്യ അത് ചെയ്യുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു അല്ലല്ല ബാസിൽ വന്നപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അല്ലല്ല ബാസിൽ ഒരു കാര്യം വ്യക്തമാണ്. അതായത് ഒരു രാജ്യത്തിന്റെ യുറേനിയം സ്റ്റാറ്റസിനെ പറ്റി ലോകത്തിനറിയാം, ഒരു രാജ്യത്തിന്റെ യുറേനിയം സ്റ്റാറ്റസ് ലോകത്തിന് അറിയില്ല. അതിപ്പം IAEAയിൽ ഒപ്പിട്ടതും ഇല്ലാത്തതുകൊണ്ടും. പക്ഷെ ഒരു രാജ്യത്തിനെ പറ്റി ഒന്നും അറിയില്ല, ഒരു രാജ്യത്തിന് എല്ലാം അറിയാം എന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ പറ്റി ബാസിൽ പറയുകയായിരുന്നു. അല്ലല്ല, സാത്വികമായി തിരിച്ചു ചോദിക്കുന്നത് ഇന്ത്യയുടെ കപ്പാസിറ്റി എത്രയാണ് അറിയണ്ടെന്നേ. ഇന്ത്യയുടെ കപ്പാസിറ്റി അറിയാമോ? അത് അറിയണ്ട. ഇന്ത്യയുടെ കപ്പാസിറ്റി അറിയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് ഇന്ത്യയുടെ കപ്പാസിറ്റി അറിയേണ്ട കാര്യമില്ല? കാര്യം ഇന്ത്യ യുദ്ധത്തിലല്ല, അതുകൊണ്ട്. കാര്യം ഇന്ത്യ യുദ്ധത്തിലല്ലെന്നേ, അതുകൊണ്ട്. ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിൽ പോയപ്പോൾ ആരെങ്കിലും അറിയണമെന്ന് പറഞ്ഞോ? അല്ല, അറിയണ്ടെന്നേ. ഇവിടെ ഞാൻ പറയുന്നത് അറിയണ്ടാത്ത എന്താ വെച്ചാൽ എന്താണ് ഇറാനിൽ ഈ പറഞ്ഞ സാധനം ഉണ്ടെന്ന് ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിച്ചു. അപ്പൊ ഒരു രാജ്യത്തിന്റെ കാര്യം മൊത്തം അറിയാം, ഏകപക്ഷമായി ആക്രമിച്ചു. അതുകൊണ്ടാണ് അറിയണമെന്ന് പറയുന്നത്. അല്ല ബാസിൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഹാഷ്മി അല്ല ബാസിൽ പറഞ്ഞു പൂർത്തിയാകട്ടെ. അല്ലല്ല ബാസിൽ പറഞ്ഞു പൂർത്തിയാകട്ടെ. താങ്കൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറ്റം പറയേണ്ടി വരും. പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ആണ്. അതുപോലെയാണ് ഇവിടെ ഒരു രാഷ്ട്രത്തിന്റെ അല്ല പഠിക്കട്ടെ അല്ല ശ്രീ പണിക്കർ ഇവിടെ IAEAയിൽ ഒപ്പിട്ട ഇവിടെ IAEAയിൽ ഒപ്പിട്ട ഒരു രാജ്യം, അതിന്റെ ആണവ വ്യവഹാരങ്ങൾ അറിയപ്പെടുന്ന ഒരു രാജ്യവും ആ രാജ്യത്തിന്റെ മേലേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ രഹസ്യമായി വെക്കുന്ന മറ്റൊരു രാജ്യം പോയി ആക്രമിക്കുന്നു. അതിനെപ്പറ്റി പറയണം. അല്ല ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അല്ലല്ല അതാണ്, അതുകൊണ്ടാണ് വാദം ഉയരുന്നത്. മറ്റൊരു രാജ്യം ഈ പരാതിപ്പെടുന്ന അല്ലല്ല സീത്തെ, അതുകൊണ്ടാണ് വാദം ഉയരുന്നത്. ഇപ്പൊ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാന്റെ യുറേനിയം കേന്ദ്രങ്ങളിലേക്ക് ആക്രമിച്ചാൽ ലോകരാജ്യങ്ങൾ ആവശ്യം ഉന്നയിക്കും. ഇല്ലെന്ന് ശ്രീത്തിന് പറയാവോ? അയ്യോ, ഇപ്പൊ നമ്മളിവിടെ മാധ്യമങ്ങള് മാധ്യമങ്ങൾ ഇവിടെ ആഘോഷ ചടങ്ങുണ്ടായിരുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ആവശ്യം എന്തുകൊണ്ടാ ശ്രീത്തെ ആവശ്യം എന്തുകൊണ്ടാ? ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമിച്ചു. എങ്ങോട്ടേക്ക് ആക്രമിച്ചു? ഈ പറഞ്ഞ ആണവായുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ആക്രമിച്ചു. ആണവായുധങ്ങൾ ഇല്ലെന്ന് ഗ്രോസി പറയുന്നു, ആണവായുധങ്ങൾ തുളസി കബാഡ് പറയുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇസ്രായേലിന്റെ ഈ പറഞ്ഞ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാവോ എന്ന് പറയുന്നു. അല്ല ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ആണവായുധങ്ങളില്ല, ആണവായുധങ്ങളുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഒരു ഏജൻസി പറഞ്ഞിട്ടില്ല. ബാസിൽ സമയം ഇല്ല ശ്രീത്തിന് സമയമല്ല, ഇത് ശ്രീത്തിന് സമയമല്ല, ഇത് ബാസിൽ ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇല്ല ശ്രീത്തിന് സമയമല്ല, ഇത് ബാസിലിന്റെ സമയം, ഇത് ബാസിലിന്റെ സമയം. ഇല്ല ശ്രീത്ത് പറഞ്ഞപ്പോൾ ബാസിൽ മിണ്ടാതിരുന്ന ഞാനും മിണ്ടാതിരുന്ന ചോദ്യങ്ങളില്ല. ഇല്ല അത് 90% ഇല്ല ശ്രീജിത്ത് പറയുമ്പോൾ ശ്രീജിത്ത് പറയുമ്പോൾ ഇസ്രായേലിന് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. ഇല്ലെന്നേ അല്ലെന്നേ ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കുന്നു. അല്ലെന്നേ ഇല്ല ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കുന്നു. എന്റെ പ്രകാരമല്ല, അഭിപ്രായം അതല്ല, ഇസ്രായേലിന്റെ അഭിപ്രായം അതല്ല. അത്രയുള്ള വ്യത്യാസം. ഓക്കെ ബാസിൽ ഓക്കെ, ഇവിടെ വംശഹത്യയൊക്കെ അനുകൂലിക്കാൻ വന്നിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാര്യം എന്താ വെച്ചാൽ അല്ലല്ല ശ്രീത്തെ പ്രകോപിതനാവല്ലേ, ശ്രീത്തെ പ്രകോപിതനാവല്ലേ, അടങ്ങ്. അല്ല ശ്രീത്തെ ഇങ്ങനെ പ്രകോപിതനാവല്ലേ? താങ്കൾ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന ആളല്ലേ ബാസിൽ? ശ്രീത്തെ ഇങ്ങനെ പ്രകോപിതനാവല്ലേ? ശ്രീത്ത് പറഞ്ഞ ബാസിൽ കേട്ടോണ്ടിരുന്നല്ലേ? ബാസിലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ശ്രീത്ത് ഇങ്ങനെ ഇടപെടുന്നത്, അസഹിഷ്ണുമാവുന്നത്. ഇല്ല ബാസിലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ശ്രീത്ത് ഇങ്ങനെ അസഹിഷ്ണുമാവുന്നത്. ബാസിലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ശ്രീത്ത് ഇങ്ങനെ അസ്വസ്ഥനാവുന്നത്. ശ്രീത്ത് അടങ്ങൂ, സമയം തരാം, ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. എന്തിനാണ് നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നത്? സപ്പോർട്ട് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷ്മി ഞാൻ ഇടപെടും. എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ശ്രീത്തെ അസ്വസ്ഥപ്പെടല്ലേ, ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അസ്വസ്ഥപ്പെടല്ലേ,
പറഞ്ഞിരിക്കുന്ന അസ്വസ്ഥപ്പെടല്ലേ, ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. പറഞ്ഞോട്ടെ. പക്ഷേ ഈ പ്രസ്താവന വേണ്ട. അതായത് ഇടപെട്ട് സംസാരിക്കുന്നത് ബാസിലിനെ കൊണ്ട് മിണ്ടാൻ അനുവദിക്കാത്തത് സ്ത്രീയത്തിന്റെ മറുപടി ഇല്ലായ്മയാണ്, സ്ത്രീയത്തിന്റെ ദുർബലതയാണ്, സ്ത്രീയത്തിന്റെ ദുർബലതയാണ്. അല്ല, ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇല്ല, സ്ത്രീയത്തിന്റെ ദുർബലതയാണ്, സ്ത്രീയത്തിന്റെ മറുപടി ഇല്ലായ്മയാണ്, ദുർബലതയാണ്. ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അല്ലല്ല, ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അല്ല, സ്ത്രീയത്തെ ഇങ്ങനെ ഇടപെടല്ലേ, നാണക്കേടാണ്, മോശമാണേ. അല്ല, ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കും. ഇല്ല, എനിക്ക് ഇടപെടലേ. അതായത് ബാസിത്തിന്റെ മറുപടി ഇല്ലായ്മയിൽ ലാസ്റ്റ് ചർച്ച അലമ്പാക്കി മറുപടി ഇല്ലായ്മ ഉണ്ടാക്കലാണ് ശ്രീത്തിന്റെ ലക്ഷ്യം. അത് ദുർബലതയാണ്, അത് ശ്രീത്തിന്റെ മറുപടി ഇല്ലായ്മയാണ്. ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കും. അത് ശ്രീത്തിന്റെ മറുപടി ഇല്ലായ്മ. ശ്രീ തടങ്ങും. ഇല്ല. ഇവിടെ ശ്രീത്ത് പറഞ്ഞത് ഇല്ല. ഇവിടെ ശ്രീജിത്ത് പറഞ്ഞത് ബാസിൽ കേട്ടോണ്ടിരിക്കുക. ശ്രീത്ത് എല്ലാരും കേട്ടോണ്ടിരിക്കുക. ആരും ഇടപെട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, ശ്രീത്തെ ഇവിടെ ശ്രീത്ത് പറഞ്ഞത് ബാസിൽ കേട്ടോണ്ടിരിക്കുക. ഞാനും കേട്ടോണ്ടിരിക്കുക. അതിന് മറുപടി ഇല്ലാത്തോണ്ടല്ല, ഇടപെടണമെന്ന് വിചാരിച്ചിട്ടാ. വംശഹത്യയെ ന്യായീകരിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തടയാൻ നിങ്ങൾക്ക് കഴിവില്ല എങ്കിൽ നിങ്ങളെ ആ പണിക്ക് കൊള്ളില്ല. ഇത് വാല് മുറിച്ചിട്ട് സമരം കൊടുക്കുക. ഇത് പല്ല് വാല് മുറിക്കുന്ന പോലെ സീറ്റ് ചെയ്യുന്ന പരിപാടി. ബാസ് പറഞ്ഞു പൂർത്തിയാക്കും. അല്ല, ബാസ് പറഞ്ഞു പൂർത്തിയാക്കും. അല്ല, ബാസ് പറഞ്ഞു പൂർത്തിയാക്കും. അലമ്പാണെങ്കിൽ സീറ്റിന് മ്യൂട്ടേണ്ടി വരും. അലമ്പാക്കരുത്, പ്ലീസ്, അലമ്പാക്കരുത്. നമ്മൾ അവസാനം അലമ്പാക്കരുത്. ബാസ് പറഞ്ഞു പൂർത്തിയാക്കും. ബാസ് പറഞ്ഞു പൂർത്തിയാക്കും. ബാസ് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. സീത്തെ ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. മറുപടി ഇല്ലായ്മയിൽ അസ്വസ്ഥമാവുക സീത്ത്. മറുപടി ഇല്ലായ്മയിൽ സീത്ത് അസ്വസ്ഥമാവുക. ബാസിത്തെ ചിരിച്ചോണ്ടിരിക്കുക. അതായത് ശ്രീജിത്തിന്റെ ഈ വിഷയത്തിലെ ദുർബലത പ്രകടമാക്കാൻ ശ്രീത്തിന് ഇടപെട്ടുകൊണ്ട് ശ്രീത്തിന്റെ മറുപടി ഇല്ലായ്മയിൽ ദുർബലത ഇടപെട്ടുകൊണ്ടിരിക്കുക. രോഷപ്പെടുക ഒരു കാര്യമില്ല. ബാസിത്തെ പറഞ്ഞു പൂർത്തിയാക്കും. അല്ലെന്ന് ഒരു മര്യാദ പറഞ്ഞിട്ടില്ല. ശ്രീത്തിന്റെ വാദങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാണുമ്പോൾ കാണുന്ന അസ്വസ്ഥതയാണ് ഈ കാണുന്നത്. ശ്രീത്തിന്റെ വാദങ്ങൾ പൊളിയുമ്പോൾ കാണുന്ന അസ്വസ്ഥതയാണ് ഈ കാണുന്നത്. അങ്ങൊന്നും മിണ്ടാതിരിക്കൂ ശ്രീത്തെ. കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങ് രോഷപ്പെടാതിരിക്കൂ, അങ്ങ് ബി പി കൂട്ടാതിരിക്കൂ. ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കും. ശ്രീത്തെ ബാസിത്ത് പറയട്ടെ. ബാസിനെ പറയാൻ സമ്മതിക്കില്ല ശ്രീത്ത്. കാരണം എന്താണ്? ബാസിത്തിന്റെ ചോദ്യം മറുപടിയില്ല. ബാസിത്തിന്റെ ചോദ്യം ശ്രീത്തിന് മറുപടിയില്ല. അത് തന്നെ പറയാൻ അനുവദിക്കില്ല. അല്ല, ബാസ് പറഞ്ഞോളൂ. ആയിക്കോട്ടെ. ബാസ് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. വംശഹത്യ ന്യായീകരിക്കുന്നില്ല. 60,000 ആളുകളെ കൊന്ന ഇസ്രായേലിനെ ന്യായീകരിക്കുന്ന ആൾ. അല്ല, കാര്യം വ്യക്തമാവുന്നുണ്ട്. ഇങ്ങനെ ചർച്ചയിൽ ഇടപെട്ട് കുളമാക്കുന്ന ആൾക്കാർ പ്രശ്നം എന്താണെന്നറിയോ? ചോദ്യത്തിന് മറുപടിയില്ല. അത് തന്നെയാണ് കാരണം. ഓക്കെ, എന്റെ സമയം ശ്രമിക്കണം. പിന്നെ ശ്രീത്ത് രോഷപ്പെടുന്നത് എന്തിനാ? ശ്രീജിത്ത് രോഷത്തിൽ ഇടപെടുന്ന എന്തിനാ? അതായത് ബാസിത്ത് പറയുന്ന ചോദ്യത്തിന് മറുപടിയില്ല. ആ മറുപടി ഇല്ലായ്മയിൽ ചോദ്യങ്ങൾ അമർത്താൻ വേണ്ടി പറയുന്നതാണ് ശ്രീജിത്ത്. ഇത് മോശമാണ് ശ്രീജിത്ത്. പോട്ടെ, എന്റെ സമയം കഴിഞ്ഞു. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.